പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് മാറ്റാത്തി എന്ന നോവലിൻ്റെ കുറച്ച് ഭാഗമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ഭാഗം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ലൂസിക്കൊരു പ്രശ്നമായിരിക്കുകയാണ്. ചോറ് പൊതിയാൻ തുടങ്ങുമ്പോഴേക്കും വരും ബ്രിജിത്ത. എന്തുട്ടൊക്കെ ഉണ്ട് കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടോണേ. ലൂസിക്ക് ദേഷ്യം വരും. ഇലപ്പൊതി തുറന്ന് മലർത്തി ബ്രിജിത്തയുടെ മുമ്പിൽ വെക്കും. നോക്ക്, നല്ലോണം നോക്ക്. ആകെ ഒരു പിടി ചോറണ് കൊണ്ടോണേ. ഒരു ചമ്മന്തിയും ഉപ്പേരി കൂട്ടാനുണ്ടെങ്കിൽ അതും. ഇറച്ചി മീനൊന്നും കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്ക് നാണാവും. ആകെ ഒരു ദിവസമാണ് കൊണ്ടുപോയെ, അത് ഉണക്കച്ചമ്മീൻ ചമ്മന്തി അന്നത്തോടെ മതിയാക്കി. എന്തുട്ട് മത്സ്യവും മാംസവും കൊണ്ടുപോവില്ല തന്നെ. മാമസാ എന്തുട്ടുണ്ട് നീ പറയണേ? മാനമര്യാദയ്ക്ക് വർത്താനം പറഞ്ഞിരുന്ന പെണ്ണാണ്. കോളേജ് അപ്പോക്ക് തുടങ്ങിയ പിന്നെ പെണ്ണാ പറഞ്ഞാൽ തിരിയാണ്ടായി. കേൾക്കണ്ട കൂത്ത്. ലൂസി ഒന്ന് നാണം കെട്ടു. കുറച്ച് ദിവസമായിട്ട് ലൂസി ഭാഷ മാറ്റി പറയാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നാവ് വളയാത്ത വാക്കുകൾ വരെ കോളേജിൽ നിന്ന് എടുത്ത് വർത്തമാനത്തിൽ തിരുകുന്നുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ ലൂസി മീനിനെ മത്സ്യം എന്ന് വിളിച്ചിട്ടില്ല. വർത്തമാനത്തിന് മീൻ മതി എന്നായിരുന്നു ലൂസിയുടെ വിചാരം. കോളേജിൽ പക്ഷേ അങ്ങനെയൊന്നുമല്ല. നമ്മൾ കുറേ വാക്കുകളും കൊണ്ട് കോളേജിൽ പോകും. അവിടുത്തെ മുന്തിയ വാക്കുകൾക്കിടയിൽ പിച്ചക്കാരിയുടെ കയ്യിലെ മുഷിഞ്ഞ കാശ് പോലെ നമ്മുടെ വാക്കുകൾ നാണം കെടുത്തപ്പെടും. ഒരു കുരങ്ങനോ കോമാളിയോ പോലെ പൊട്ടിച്ചിരികളാൽ വളയപ്പെടും. അങ്ങനെ നമ്മൾ സ്വന്തം വാക്കുകൾ പുറത്തെടുക്കാതെയാവും. പേടിച്ച് കോളേജിലെ വാക്കുകളെ തൊട്ടു നോക്കും. അതാകട്ടെ ദേ ഇതുപോലെ ബ്രിജിത്ത കണ്ടുപിടിക്കും. ആദ്യത്തെ ദിവസം തന്നെ 3 കോളേജ് കുമാരികൾ അവരുടെ കൊതിപ്പിക്കുന്ന വായ കൊണ്ട് നമ്മൾ മത്സ്യം കൂട്ടില്ല എന്ന് പറയുന്നത് കേട്ട് ലൂസി മോഹിച്ചു പോയി. വർത്താനത്തിലും മത്സ്യം മതി എന്ന് അവൾ ആ നിമിഷം തീരുമാനിച്ചു. അടുക്കളപ്പണി എടുക്കുമ്പോഴൊക്കെ അവൾ അത് പറഞ്ഞു ശീലിച്ചു. എന്തുട്ടുണ്ടേ നീ പാരിക്കാടിത്തള്ളേരെ പോലെ പുറൂർക്കണേ? ലൂസി സൂക്ഷിച്ചു നോക്കി. ബ്രിജിത്ത ചോദിക്കും. പാരിക്കാടിത്തള്ള പ്രാന്തത്തെയാണ്. മറിയാവൂര അങ്ങാടിയിലെ വലിയ കിണറിൻ്റെ വക്കത്ത് കയറി നിന്ന് പ്രസംഗിക്കലാണ് പാരിക്കാടിത്തള്ളയുടെ പണി. പലതവണ കിണറ്റിൽ വീണിട്ടുണ്ട്. അപ്പോഴൊക്കെ ആളുകൾ വലിച്ചു കയറ്റും. വെള്ളം നാശാക്കി പണ്ടാറം. ആളുകൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇത്തിരി പൊട്ടാസ്യം പെർമാംഗനേറ്റ് വാങ്ങി കിണറ്റിലിടും. കോളേജ് കുമാരികൾ വീട്ടിൽ പറയുന്ന വർത്തമാനമല്ല കോളേജിൽ പറയുന്ന ഭാഷ, പറയുന്ന രീതി ഒക്കെ മാറും. അത് വല്ലതും ബ്രിജിത്തയ്ക്കറിയോ? ജനിച്ച അന്ന് തൊട്ട് ബ്രിജിത്തയ്ക്ക് ഒരേ ഭാഷയാണ്. 87-ാം വയസ്സിലും ഒരു മാറ്റവും ഇല്ല. കഷ്ടം. പക്ഷേ എത്ര ശ്രമിച്ചാലും തികഞ്ഞ ഒരു കോളേജ് കുമാരിയാവാൻ ലൂസിക്ക് കഴിയില്ല എന്ന് തെല്ലു വിഷമത്തോടെ ലൂസി മനസ്സിലാക്കിയിട്ടുണ്ട്. മേക്കപ്പ് പോട്ടെ, രാവിലെ ഒന്ന് കുളിക്കാൻ തന്നെ ലൂസിക്ക് നേരം കിട്ടാറില്ല. എല്ലാ പണികളും ഒതുക്കിയിട്ട് കിണറ്റിൻകരയിലേക്ക് ഒരൊറ്റ ഓട്ടമാണ് ലൂസി. ഒരു ബക്കറ്റ് വെള്ളം കോരി കൈയും കാലും മുഖവും കഴുകും. നനഞ്ഞ കൈകൊണ്ട് മുടി ഒന്ന് തടവും. പിന്നെ തിരക്കു പിടിച്ച് ഒരു ജാതി പുറപ്പെടലാണ്. ഓടി അലച്ച് കോളേജിലെത്തുമ്പോഴേക്കും വിയർത്ത് കുളിച്ചിരിക്കും. നെറ്റിയിൽ നിന്ന് വിയർപ്പ് കഴുത്തിലും തോളുകളിലും വീണിട്ടുണ്ടാകും. ബ്ലൗസിൻ്റെ കക്ഷം നനഞ്ഞ് കുതിർന്നു കാണും. ക്ലാസ്സിൽ കടന്ന് ബെഞ്ചിലിരിക്കുന്ന നിമിഷം മുതൽ ലൂസിക്ക് വിശ്രമമാണ്. അതുകൊണ്ട് ആദ്യത്തെ പീരീഡ് തന്നെ ലൂസി ഉറക്കം തൂങ്ങുന്നു. പെൺകുട്ടികളുടെ കോമൺ റൂമിലിരുന്നാണ് സുന്ദരിയും ലൂസിയും ഉച്ചഭക്ഷണം കഴിക്കുക. ലൂസിക്ക് ക്ലാസ്സിലിരുന്ന് ഉണ്ണണമെന്നുണ്ട് ആൺകുട്ടികളുടെ കൂടെ. പക്ഷേ സുന്ദരി സമ്മതിക്കില്ല. ആൺകുട്ടികൾ ചോറുകള്ളന്മാരാണ്. ഒന്നെങ്കിൽ കൈ കഴുകി വരുമ്പോൾ ചോറുപൊതി കാണില്ല, അല്ലെങ്കിൽ കൈയിട്ട് വാരി തിന്നും. തട്ടിക്കൊണ്ടുപോയ ചോറിൻ്റെ കൂട്ടാൻ എന്തായിരുന്നു എന്ന് വിളിച്ചു പറയുകയോ ഉണ്ട കൈ മുഖത്ത് കൊണ്ടുവന്ന് മണപ്പിക്കുകയോ ചെയ്യും. ലൂസിക്ക് അതൊക്കെ ഇഷ്ടമായിരുന്നു. ഒരു നേരം ഉണ്ടില്ലെങ്കിലും ലൂസിക്ക് പ്രശ്നമില്ല. ആരെങ്കിലും ലൂസിയുടെ പൊതിച്ചോറ് തട്ടിക്കൊണ്ടും പൊക്കോട്ടെ, കൈയിട്ട് വാരി തിന്നട്ടെ. ലൂസി വെച്ച കൂട്ടാൻ്റെ കുറ്റം ഉറക്കെ വിളിച്ചു പറയട്ടെ. അതൊക്കെ ഉണ്ടാവാൻ ലൂസി ആഗ്രഹിക്കുന്നു.
പക്ഷേ ആൺകുട്ടികൾ ലൂസിയെ ശ്രദ്ധിച്ചിരുന്നില്ല. അവൾ ചോറ് കൊണ്ടുവരുന്നുണ്ടോ എന്ന് പോലും അവർക്കറിയില്ല. അവരെന്താ നമ്മുടെ ചോറ് എടുത്തുകൊണ്ട് പോവാത്ത? ലൂസി സുന്ദരിയോട് ചോദിച്ചു. സുന്ദരിക്ക് അത്തരം കട്ടായങ്ങളൊന്നും ഇഷ്ടമല്ല. ഉച്ചയായാൽ അവൾ ചോറ്റുപാത്രവും എടുത്ത് പെൺകുട്ടികളുടെ കോമൺ റൂമിലേക്ക് നടക്കും. ലൂസി പിന്നാലെ ചെല്ലണം. പെൺകുട്ടികളുടെ കോമൺ റൂമിൽ എപ്പോഴും തിരക്കാണ്. ഉണ്ണുന്നവരും വർത്തമാനം പറഞ്ഞിരിക്കുന്നവരും അണിഞ്ഞൊരുങ്ങുന്നവരും ഇരിക്കാനും നിൽക്കാനും സ്ഥലമില്ല. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കൊണ്ടുപോയ അന്ന് ലൂസി പൊതിച്ചോറ് തുറന്നതും തൊട്ടടുത്തിരുന്ന കുട്ടികൾ മൂക്കു ചുളിച്ച് തമ്മാമിൽ നോക്കി. കുട്ടി വെളുത്തുള്ളി കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? എന്തൊരു നാറ്റാ? ഒരു കുട്ടി ലൂസിയോട് ചോദിച്ചു. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയിൽ വിവരമുള്ളവരാരെങ്കിലും വെളുത്തുള്ളി ഇടുവോ? എന്തുട്ടാ ഈ പറയണേ? ലൂസി പൊതി അടച്ചു. ഊണ് കഴിഞ്ഞ് അലങ്കാരികളായ ആ പെൺകുട്ടികൾ പോകുന്നത് വരെ പൊതി തുറക്കാതെ ലൂസി തലയും കുമ്പിട്ടിരുന്നു. പോവാൻ പറ അവറ്റോട്. അവറ്റയ്ക്ക് ഇഷ്ടമുള്ളത് നമുക്കും ഇഷ്ടമാവണമെന്ന് നിയമമൊന്നുമില്ല. നീ പൊതി തുറന്നേരി. മനുഷ്യ ഇവിടെ വിശന്നിട്ട് ചാവാൻ പോണ്. സുന്ദരി ഉണക്കച്ചെമ്മീൻ കൈയിട്ട് വാരി തിന്നു. രുചി കൊണ്ട് അവൾ ഞാവിഞ്ഞൊടിക്കുകയും ലൂസിയെ പുകഴ്ത്തുകയും ചെയ്തു. ഇതൊരു നുള്ളുണ്ടെങ്കിയേ എടങ്ങഴി അരീരെ കഞ്ഞൊടിക്കാം. അവറ്റയ്ക്ക് യോഗമില്ലാത്തതിന് പറഞ്ഞിട്ട് കാര്യമുണ്ടാ. ലൂസിക്ക് എന്നിട്ടും പേടിയായിരുന്നു. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയുടെ മണം അപ്പുറത്തിരിക്കുന്ന വേറെ കുട്ടികളുടെ അടുത്തേക്കും എത്തിയാലോ? നെറ്റി നിറയെ വലിയ ചന്ദനക്കുറിയിട്ട വെളുത്തുമെലിഞ്ഞ പെൺകുട്ടിയെ നോക്കി ലൂസി പൊതി ചുരുട്ടിക്കൂട്ടി പിടിച്ചു. വിശപ്പും പേടിയും കൊണ്ട് അവൾ വേഗം വേഗം ചോറ് വാരി തിന്നു. ലൂസി കൈ കഴുകാൻ എണീറ്റ് പോയിട്ടും സുന്ദരിയുടെ ഊണ് കഴിഞ്ഞിരുന്നില്ല. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും കൂട്ടി നോട്ടി നുണച്ച് അവൾ അപ്പോഴും ഇരിക്കുകയാണ്. കൈ കഴുകി തിരിഞ്ഞപ്പോൾ സാരി ചുറ്റിയ ഒരു കണ്ണടക്കാരി ലൂസിയെ വഴക്ക് പറഞ്ഞു. ഇവിടൊക്കെ എച്ചിലാക്കിയിട്ടിട്ട് പോന്നൂല്ലേ? എന്ത് സ്വാർത്ഥത അത്! ഇനി ആർക്കും അവിടെ ഇരുന്ന് ഉണ്ണണ്ടേ? ലൂസി പേടിച്ചു. അവൾക്ക് കാര്യം മനസ്സിലായില്ല. കണ്ണടക്കാരി മുതിർന്ന കുട്ടിയാണ്, വലിയ ദേഷ്യത്തിലുമാണ്. എന്താ വേണ്ടതെന്നറിയാതെ ലൂസി പകച്ചു നിന്നു. ഊണ് കഴിഞ്ഞ് ഇലപ്പൊതി ജനാലയിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. പോയി തൂത്ത് വൃത്തിയാക്ക് കുട്ടിയെ, കണ്ണടക്കാരി കൽപ്പിച്ചു. ലൂസി നിന്നു തപ്പി. അവൾ സുന്ദരിയെ നോക്കി. ലൂസി ഇരുന്ന് ഊണ് കഴിച്ച സ്ഥലത്തെ വറ്റി വെറുക്കുകയായിരുന്നു സുന്ദരി. ബെഞ്ചിലും ഡെസ്കിലും നിലത്തുമൊക്കെ വറ്റി വീണിട്ടുണ്ട്. നിലത്ത് വീണാൽ ഉടനെ വറ്റി എച്ചിലാവുമെന്ന് അന്ന് ലൂസി മനസ്സിലാക്കി. സുന്ദരി ഹോസ്റ്റലിൽ താമസമാക്കിയപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാൻ ലൂസിക്കൊരു കൂട്ടില്ലാതെയായി. മത്സ്യവും മാംസവും വെളുത്തുള്ളിയും തിന്നുകയും എച്ചിൽ എടുക്കാതിരിക്കുകയും ചെയ്യുന്ന ലൂസി കോമൺ റൂമിൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഒറ്റപ്പെട്ടിരുന്നു. ഒരു മൂലയിൽ ഒറ്റയ്ക്ക് തല കുമ്പിട്ടിരുന്നു ഉണ്ണുമ്പോൾ ലൂസി ഓരോരോ കൂട്ടാനുകളുടെ പേരുകൾ ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കി. മുളൂഷ്യം, മെഴുക്കുവരട്ടി, കാളൻ, ആവിയൽ, ഓലൻ, ഉപ്പിലിട്ടത്, കൂട്ടുകറി, പച്ചടി. ഇതൊന്നും ലൂസി ഇന്നോളം കൂട്ടിയിട്ടില്ല. നേന്ത്രക്കായ, ചേന, ചേമ്പ്, കൊള്ളിക്കിഴങ്ങ്, ചക്കക്കുരു, കൂർക്ക, പപ്പക്കായ, കടല, പയറ് എന്തായാലും വേണ്ടിയില്ല. വെളുത്തുള്ളിയും ചുവന്നമുളകും വേപ്പലയും കൂടി കുത്തിച്ചതച്ച് വെളിച്ചെണ്ണയിൽ മൊരിയിച്ച് അതിലിട്ട് വെള്ളം വലിച്ചെടുത്താലേ ബ്രിജീതയ്ക്ക് പിടിക്കും. വെള്ളുള്ളി ചേർത്ത ഉപ്പേരി കൂട്ടാനും കൊണ്ട് കോമൺ റൂമിലേക്ക് വരാൻ തന്നെ ലൂസിക്ക് നാണക്കേടായി തുടങ്ങി. സുന്ദരി ഇല്ലാതെ ഒറ്റയ്ക്ക് ക്ലാസ്സിൽ ഇരുന്നുണ്ണാനും അവൾക്ക് മടിയായി. ക്ലാസ് തുടങ്ങി 2 മാസം കഴിഞ്ഞാണ് സുന്ദരിക്ക് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയത്. 2 ബസ് കയറി ഇറങ്ങിയാണ് അതുവരെ കോളേജിൽ വന്നിരുന്നത്. ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ഒരു കുട്ടി TTCക്ക് സീറ്റ് കിട്ടിപ്പോയ ഒഴിവിൽ സുന്ദരിക്ക് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടി. ഇനി ബസ് കൂലി ചോദിക്കുമ്പോൾ തള്ളേരെയും തന്തേരെയും ചീത്ത കേൾക്കണ്ടല്ലോ. ആശ്വാസത്തോടെ സുന്ദരി പറഞ്ഞു. ഹോസ്റ്റലിൽ സുന്ദരിക്ക് താമസവും ഭക്ഷണവും ഫ്രീ ആണ്. പോക്കറ്റ് മണിയും കിട്ടും. സുന്ദരിക്ക് മാത്രമല്ല, C ബ്ലോക്കിലുള്ള എല്ലാ കുട്ടികൾക്കും. പക്ഷേ സുന്ദരിക്ക് വേഗം തന്നെ ഹോസ്റ്റൽ ജീവിതം മതിയായി. അവരുടെ ഒരു ഫ്രീ അത് തിന്നണേക്കാളും ഭേദം തൂറൂട്ടം തിന്നുക. കെമിസ്ട്രി ലാബിൻ്റെ വരാന്തയിലിരുന്ന് ലൂസിയോട് അത് പറയുമ്പോൾ സുന്ദരി ദേഷ്യം കൊണ്ട് വിറച്ചു. കെമിസ്ട്രി ലാബിൽ നിന്ന് ചീഞ്ഞ മുട്ടയുടെ മണം വന്നുകൊണ്ടിരുന്നു. മെസ് ഹാളിൽ വാഷ് ബേസിനുകൾക്ക് അടുത്ത് കിടക്കുന്ന മേശയിൽ ഇരുന്നുണ്ണാനേ പറ്റില്ല. കൈ കഴുകുന്നവരുടെ തൂപ്പലും ചീറ്റലും ഓക്കാനവും ഒക്കെ കേൾക്കേണ്ടി വരും.
പക്ഷേ റെസിഡന്റ് ട്യൂട്ടർ സി ബ്ലോക്കിലെ കുട്ടികൾക്ക് ആ മേശ പതിച്ചു കൊടുത്തു. അവർ ഒരെതിർപ്പും പറയാതെ സ്വീകരിച്ചു. വീട്ടിൽ ഇരുന്നുണ്ണാൻ മേശയുള്ളവരല്ല പലരും. നേരാനേരം ഊണും ചായയും പലഹാരവും കിട്ടുന്നവരുമല്ല. പക്ഷേ സുന്ദരി വന്നതോടെ കാര്യം മാറി. ഇതുണ്ടൂട്ടിന് ആയിത്തണ്ട? സുന്ദരി ചോദിച്ചു. അവൾ എ ബ്ലോക്കുകാരുടെ മേശമേലിരുന്ന് ഉണ്ടു. അവളുടെ പ്രേരണ കൊണ്ട് സി ബ്ലോക്കിലെ 7 കുട്ടികൾ എ ബ്ലോക്കുകാരുടെ മേശപ്പുറത്ത് പ്ലേറ്റുകൾ നിരത്തി. വാക്കുതർക്കമായി. ഇതെന്താ ഒരു പുതിയ പരിഷ്കാരം? വിളമ്പുകാരികൾ ചോദിച്ചു. അവരാരെ സ്ഥലത്തിരുന്നാ പോരെ? അഹമ്മദി അല്ലാണ്ടെന്താ? കുടുംബത്തിൽ പറഞ്ഞ കിടാങ്ങളെ കാണുമ്പോഴുള്ള കണ്ണുകടി. വിളമ്പുകാർ വിളമ്പിയില്ല. ആർത്തി വരട്ടെ, തീരുമാനിക്കട്ടെ. വിളമ്പുന്നില്ലെങ്കിൽ ഉണ്ണുന്നുമില്ല. സി ബ്ലോക്കിലെ കുട്ടികൾ ഒന്നടങ്കം ചോറ് ബഹിഷ്കരിച്ചു. വിവരം കോളേജിലെത്തി. ആൺകുട്ടികളുടെ ഹോസ്റ്റലിലും ഉണ്ടല്ലോ സി ബ്ലോക്കുകാർ. അവർ പാഞ്ഞെത്തി. പ്രശ്നമായി. വൈകുന്നേരത്തെ റോൾ കോളിൽ റെസിഡന്റ് ട്യൂട്ടർ സുന്ദരിയെ നിർത്തിപ്പൊരിച്ചു. പേരെന്തുവെന്നാ പറഞ്ഞേ? ആർത്തി ചോദിച്ചു. സുന്ദരി പേര് പറഞ്ഞു. 4 ഭാഗത്തും ചിരിയുടെ പൊട്ടലും ചീറ്റലും കേട്ടു. ആർത്തിയുടെ രൂപം പരിഹാസം കൊണ്ട് കോടി. എവിടാ വീട്? വീട്, നാട്, തന്ത, തള്ള, കുലം, തൊഴിൽ, വരുമാനം, പഠിപ്പ് എല്ലാം വിചാരണ ചെയ്യപ്പെട്ടു. പലതിനും സുന്ദരി ഉത്തരം പറഞ്ഞില്ല. കസേരയിലേക്ക് പിന്നാക്കം ചരിഞ്ഞ് ആർത്തി സുന്ദരിയെ വെറുപ്പോടെ നോക്കി. അവന്മാരൊക്കെ നിന്റെ ആരാന്നാ പറഞ്ഞേ? സുന്ദരി തല താഴ്ത്തി നിന്നു. ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് എന്തു കാര്യത്തിന് ആര് വന്നാലും ആർത്തിക്ക് ഒരൊറ്റ വ്യാഖ്യാനമേ കാണും. അതുകൊണ്ട് ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ട. ആർത്തി ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് സുന്ദരിയുടെ അടുത്തു വന്നു നിന്നു. കൃത്രിമമായി ഒച്ച താഴ്ത്തിക്കൊണ്ട് ചോദിച്ചു. ജാതി എന്തുവാ? സുന്ദരി മുഖമുയർത്തിയില്ല. ഇതിനും മറുപടി പറയേണ്ട കാര്യമില്ല. അറിഞ്ഞേ തീരുവെങ്കിൽ രജിസ്റ്റർ കപ്പട്ടെ. ആർട്ടി കയ്യിലിരിക്കുന്ന സ്കെയിൽ കൊണ്ട് സുന്ദരിയുടെ താടി പൊന്തിച്ചു. പറയാൻ മേലാത്ത ജാതി വല്ലോ ആണോ? സുന്ദരി ദേഷ്യം കൊണ്ട് കത്തി എന്നാണ് സി ബ്ലോക്കിലെ കുട്ടികൾ പറയുന്നത്. അവൾ ഒറ്റത്തട്ടിന് ആർട്ടിയുടെ കയ്യിലെ സ്കെയിൽ തെറിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് തിരിഞ്ഞു നടന്നു. അങ്ങനെയാണ് സുന്ദരി ആർട്ടിയുടെ നോട്ടപ്പുള്ളിയായത്. ഇടം വലം തിരിഞ്ഞാൽ കുറ്റം. വിളമ്പുകാരി ദേവകി അമ്മയ്ക്കും സുന്ദരിയെ കണ്ണിനു നേരെ കണ്ടുകൂടായിരുന്നു. വെറുതെ കിട്ടണതല്ലേ, വെട്ടി വിഴുങ്ങുക. സി ബ്ലോക്കുകാർക്ക് വിളമ്പുമ്പോൾ ദേവകി അമ്മ പറയും. അവരെന്തു പറഞ്ഞാലും കേൾക്കാത്ത മട്ടിൽ സ്വന്തം കിണ്ണങ്ങളിൽ ചൂണ്ടുവിരൽ കൊണ്ട് ചിത്രം വരച്ച് ലോകകാര്യം പറഞ്ഞ് കുട്ടികൾ ഇരിക്കും. മറ്റു കുട്ടികൾ ദേവകി അമ്മ പറയുന്നത് കേൾക്കാതിരിക്കാനായി ബഹളം കൂട്ടി ഉറക്കെ ചിരിക്കും. കിണ്ണത്തിൽ വേറുകൂറോടെ വിളമ്പുന്നത് അന്നമാണോ വിഷമാണോ എന്ന മനസ്താപത്തോടെയാണ് അവർ ഓരോ നേരവും ഭക്ഷണത്തിൻ്റെ മുന്നിലിരുന്നത്. മെസ് ഹാളിൽ മാത്രമല്ല, ടോയ്ലറ്റുകൾ, റീഡിംഗ് റൂമുകൾ, കുളിമുറികൾ എല്ലായിടത്തും സി ബ്ലോക്കുകാർ നോട്ടപ്പുള്ളികളാണ്. ആർട്ടിയുടെ CIDകൾ എപ്പോഴും അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. വാഷ് ബേസിനുകൾ വൃത്തികേടാക്കുന്നു, ക്ലോസറ്റ് ഫ്ലഷ് ചെയ്യാതെ പോരുന്നു, കുളിമുറിയിൽ നാപ്കിനുകൾ കഴുകുന്നു, ടാപ്പുകൾ തുറന്നിടുന്നു, വെള്ളം കണ്ടമാനം ചെലവാക്കുന്നു, ലൈറ്റ് കെടുത്തുന്നില്ല, ഫാൻ നിർത്തുന്നില്ല. ഇഷ്ടമില്ലാത്ത കുട്ടി തൊട്ടതൊക്കെ കുറ്റം. CIDകൾ രഹസ്യമായി ചില പരിഹാരങ്ങളും നിർദ്ദേശിച്ചു. അവറ്റയ്ക്ക് വൃത്തിയില്ല, വെടുപ്പില്ല, തല നിറയെ പേനാണ്. കുളിമുറിയിൽ കയറി ഇറങ്ങിയ ആകെ ഒരു കനച്ച മണം. അതുകൊണ്ട് വേറെ കുളിമുറി, വേറെ കക്കൂസ്, വേറെ വാഷ് ബേസിൻ കൊടുക്കും. ഞങ്ങളെ കൂട്ടി തൊടിയിക്കരുത്. ആർട്ടിയും ശരി വെച്ചു. അതുങ്ങളെ പറഞ്ഞിട്ട് എന്തുവാ കാര്യം? അതുങ്ങൾ ജനിച്ചേ പിന്നെ ഇങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? കുറ്റപ്പെടുത്തുമ്പോൾ സി ബ്ലോക്കുകാർ ആർട്ടിയുടെ മുഖത്ത് നേരെ നോക്കില്ല, മറ്റു കുട്ടികളെയും നോക്കില്ല. സ്വന്തം ആത്മാവിലേക്ക് നോക്കും പോലെ അവർ തമ്മാമിൽ നോക്കും. അവരുടെ മൗനം അവരുടെ കുറ്റങ്ങളെ ശരിവെച്ചു. CIDകളോട് ആർട്ടി പറഞ്ഞു. ഞാനിതുങ്ങളുടെ റൂമിലേക്കൊന്നും കയറുകയില്ല. എന്നാ നാറ്റമാ, കട്ടിലേലാന്നേ, എന്നാ മൂട്ടയാ. സുന്ദരിയും ലൂസിയും കെമിസ്ട്രി ലാബിൻ്റെ വരാന്തയിൽ നിന്ന് ഇറങ്ങി നടന്നു. പ്രീ ഡിഗ്രിക്കാർ അപ്പോഴും ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചീഞ്ഞ മുട്ടയുടെ നാറ്റം ഗേറ്റും കടന്ന് റോട്ടിലെത്തിയിട്ടുണ്ട്. കയ്യിൽ കൈ കോർത്ത് ലൂസിയും സുന്ദരിയും നടന്നു. എല്ലാ ബഹളത്തിൽ നിന്നും ഒഴിഞ്ഞ ഒരു സ്ഥലം തേടി. കോളേജ് കെട്ടിടങ്ങൾ 3 തട്ടായിട്ടാണ് കിടക്കുന്നത്.
പ്രധാന കെട്ടിടങ്ങളെല്ലാം മുകൾ തട്ടിലാണ്. ലൈബ്രറിയും ഓഡിറ്റോറിയവും ഒക്കെ രണ്ടാമത്തെ തട്ടിൽ. ഏറ്റവും താഴത്തെ തട്ടിൽ പവലിയനാണ്. 4 വശവും പച്ച പിടിച്ചു കിടക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ കിഴക്കേ അതിരിലാണ് പവലിയൻ. ചുറ്റും പച്ചയും നടുഭാഗം ചെങ്കല്ലിൻ്റെ ചുവപ്പുമാണ് സ്റ്റേഡിയത്തിന്. അരികിലെ പച്ചകളിൽ ആടുകളും പൈക്കളും മേഞ്ഞു നടക്കുന്നു. ഏറ്റവും മുകളിലത്തെ തട്ടിൽ നിന്ന് താഴേക്ക് പടർന്ന് ഭൂമിക്ക് മുഴുവൻ തണൽ കൊടുക്കാനെന്ന മട്ടിൽ പന്തലിച്ചു നിൽക്കുന്നുണ്ട് ഒരു മദിരാശി മരം. സ്റ്റേഡിയത്തിൻ്റെ താണ അതിരിൽ വെള്ളവും ചെളിയും കെട്ടിക്കിടക്കുന്നു. അത് മുഴുവൻ ചതുപ്പാണ്. എണ്ണമറ്റ കൊക്കുകൾ ചതുപ്പിൽ പാർക്കുന്നുണ്ട്. ഓർത്തിരിക്കാത്ത നിമിഷത്തിൽ അവ കൂട്ടത്തോടെ പറന്നു പൊങ്ങും. ചതുപ്പിൽ കണ്ടലുകൾ വളരുന്നുണ്ട്. പലതരം പക്ഷികളും ജലജീവികളും ഇഴജന്തുക്കളും ചതുപ്പിലുണ്ട്. മദിരാശി മരത്തിൻ്റെ വേരിലിരുന്നാൽ ജന്തുലോകത്തിൻ്റെ മണം കാറ്റിലൂടെ അടുത്തെത്തും. വേനൽക്കാലത്തും കാറ്റിന് ഈർപ്പമാണ്. തണലും കുളിരും ഒളിവും തേടിയെത്തുന്ന ആണും പെണ്ണും ഇരുന്ന് സല്ലപിച്ച് തേഞ്ഞു തേഞ്ഞ് നടുകുഴിഞ്ഞുപോയ വേരുകളാണ് മദിരാശി മരത്തിന്. നീയ് ചന്ദ്രുവിനെ കണ്ടിട്ടുണ്ടാ? സുന്ദരി ചോദിച്ചു. ലൂസി കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. സുന്ദരി പറഞ്ഞു തന്നെ. ചന്ദ്രുവിനെ പറ്റി പറയാൻ തുടങ്ങിയതും സുന്ദരിയുടെ മുഖം ഒന്നയഞ്ഞു. കണ്ണു തിളങ്ങി. ഒരു ചെറിയ ചിരി കൊണ്ട് ചുണ്ടുകൾ വിരിഞ്ഞു. സുന്ദരിയുടെ മുഖത്ത് ചന്ദ്രൻ ഉദിച്ചു. മദിരാശി മരത്തിൻ്റെ വേരുകളിൽ ഇരുന്ന് കുറേ വർത്തമാനം പറയാനായിരുന്നു ലൂസിയും സുന്ദരിയും വിചാരിച്ചത്. അവർക്ക് നിരാശപ്പെടേണ്ടി വന്നു. ഒരാൾക്കൂട്ടം മദിരാശി മരച്ചോട്ടിൽ ഇരിക്കുന്നു, കിടക്കുന്നു, പുകവലിക്കുന്നു, പാടുന്നു, ഉറങ്ങുന്നു. നഞ്ഞു തിന്ന കാക്കയെ പോലെ തൂങ്ങിയിരിക്കുന്നു. അയഞ്ഞു തൂങ്ങിയ വേഷങ്ങൾ ചാക്കുടുത്ത പോലെ കാതുകുത്തി അതും ഇതുമൊക്കെ ഞാത്തിയിട്ടിട്ടുണ്ട്. വളർന്നു പടർന്നു കിടക്കുന്ന താടിയും തലയും എണ്ണയും വെള്ളവും കണ്ടിട്ട് കാലം കുറേ ആയിട്ടുണ്ടാവും. മെലിഞ്ഞു വളഞ്ഞ് കൊറ്റനാടിൻ്റെ മുഖമുള്ള ഒരു ഊച്ചാന്താടി ചെക്കൻ ഗിത്താർ വായിക്കുന്നു. അവൻ്റെ മുമ്പിൽ അതേപോലത്തെ 2 ഊച്ചാന്താടികൾ നിന്ന് മേലാകെ ഇളക്കുകയും വിറപ്പിക്കുകയും ഞെട്ടുകയും ചെയ്യുന്നു. തുളച്ചു കയറുന്ന നോട്ടമുള്ള ഒരുത്തൻ ലൂസിയെ കൈ കാട്ടി വിളിച്ചു. ലൂസി ആകാംക്ഷയോടെ ഒരടി മുന്നോട്ട് വെച്ചു. സുന്ദരി സമ്മതിച്ചില്ല. ഹിപ്പിയോളാണ് മോളെ, കഞ്ചാവ് വലിച്ചിട്ട് ഓരോന്ന് കിടന്ന് കാട്ടിന് പോണ്ട, വാ. ലൂസിയുടെ നെഞ്ചിൽ ഒരു കടുംപിടുത്തം. കൊച്ചുവേലായുധേട്ടൻ്റെ ചായക്കടയിൽ വെച്ച് ചൂട്ടഴിക്കുള്ളിലൂടെ കണ്ട ഹിപ്പിയെ അവൾ എങ്ങനെ മറക്കും? ഒരു തണുത്ത കട്ടൻ ചായയുടെ മുന്നിൽ ലോകത്തെ മുഴുവൻ അകത്തേക്ക് വലിച്ചു കയറ്റാനുള്ള ആർത്തിയോടെ ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്ന സേതു ഹിപ്പി. പെറ്റ തള്ളയോട് കടപ്പാടില്ല എന്ന മുഖഭാവം. യേശുക്രിസ്തുവിൻ്റെ മുടി പോലെ നടുപകുത്തിട്ട മുടി അവരുടെ നീളത്തിൽ അങ്ങനെ കിടക്കുന്നു. സ്വർണ്ണ നിറമുള്ള താടി നിറയെ അഴുക്കാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. മുഷിഞ്ഞു നാറിയ വേഷം. ഇടത്തെ കാതിൽ മാത്രം ഒരു വലിയ വളയം. പയ്യൻ്റെ കഴുത്തിൽ കെട്ടിയിടുന്ന കല്ലമണികൾ കഴുത്തിലിട്ടിരിക്കുന്നു. കൈത്തണ്ടയിൽ പല പല ചരടുകൾ, വാളകൾ. കഴുത്തിലൊരു ചുവന്ന ചരടിൽ കെട്ടിനാത്തിയിട്ടുള്ള തലയോട്ടി രൂപം കണ്ട് ലൂസി ഞെട്ടി. എത്രയോ കാലങ്ങൾക്ക് ശേഷം ലൂസി സേതുവിനെ കാണുന്നതാണ്. സേതു ചടച്ച് മുള്ളായിരിക്കുന്നു. സേതു ആരെയും നോക്കുന്നില്ല. ഒന്നും കാണുന്നില്ലെന്നും ലൂസിക്ക് തോന്നി. പക്ഷേ അറിയാത്ത ലോകങ്ങൾ തുറന്നു കൊടുക്കാൻ ശേഷിയുള്ള സേതുവിൻ്റെ കണ്ണുകൾ ലൂസിയെ കാണണമെന്ന് ലൂസിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒഴിഞ്ഞ പാൽപാത്രം തിരിച്ചു വാങ്ങുമ്പോൾ അവൾ അത് മനഃപൂർവ്വം താഴെയിട്ടു. കൊച്ചുവേലായുധേട്ടൻ ഞെട്ടി നോക്കി. സേതു ഞെട്ടിയില്ല, നോക്കിയില്ല. ലൂസി സേതുവിനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ടാവും. കൊച്ചുവേലായുധേട്ടൻ പറഞ്ഞു, എന്തൂട്ടാ ചെക്കൻക്ക് ഒരു കോലം. ഹിപ്പിയാണ് ഹിപ്പി. എല്ലിൻ്റെ ഇടയിൽ വറ്റ് ഊത്തണ പിള്ളേർക്കുള്ളതാണ് ഹിപ്പിപ്പണി. നമ്മുടെ പോലെ അന്നത്തെ ചെലവിനുള്ളത് തെണ്ടിച്ചുണ്ടാക്കണ ഗഡുവൊന്നുമില്ലല്ലോ. തല തീർച്ചൊറ്റങ്ങൾക്ക് ഹിപ്പിയോ കുപ്പിയോ എന്തുണ്ടെങ്കിലും ആവാലോ. ആ ശരീരം കുളിക്കൂല്ല, പല്ല് തേക്കൂല്ല. അടുത്തേക്കാ ചെന്നാൽ മൂക്കും പൊത്തി ഓടും മനുഷ്യർ. ലൂസിക്ക് സങ്കടം വന്നു. എന്തുട്ടാ ഒരു കോലം. 2 കോല് കൊണ്ടിലാ കണ്ണ് കിടക്കണേ. കവിളിൻ്റെ കുഴിയിലാണെങ്കിൽ നാഴി വെളിച്ചെണ്ണ ഒഴിക്കുക. മുഷിഞ്ഞ കീറച്ചാക്കിൻ്റെ ഈ കുപ്പായ ഊരിക്കളഞ്ഞ ഒരെല്ലും കൂട് മാത്രമേ ഉണ്ടാവുള്ളൂ. കഷ്ടം. എങ്ങനെ ഇരുന്ന സേതുവാണ്. ചൂട്ടഴിക്കുള്ളിലൂടെ ലൂസി നോക്കി നിന്നു. എന്തുട്ടാ സേതു കിടന്ന് തപ്പണേ. സഞ്ചിയിലും പോക്കറ്റിലും നിലത്തും മേശപ്പുറത്തും ഒക്കെ കിടന്ന് തപ്പണുണ്ട്. എന്തുടണോ പോയെ. സേതു എഴുന്നേറ്റ് നിന്നു. ലൂസി ഞെട്ടിപ്പോയി. സേതുവിൻ്റെ കുപ്പായത്തിൽ പല്ലിളിച്ച് വാലും പൊക്കി നിൽക്കുന്ന
ഒരു ചെകുത്താൻ്റെ പടം. ബെഞ്ചിൽ വെച്ചിരുന്ന സഞ്ചി എടുത്ത് സേതു തോളിലിട്ടു. സേതു മുടി മെടഞ്ഞിട്ടിരിക്കുന്നു. എന്തോരം നീള. ചായക്കടയിൽ ചില്ലു ഗ്ലാസ് വീണു പൊട്ടും പോലെയാണ് ചിരി പൊട്ടിച്ചിതറിയത്. സേതുവിൻ്റെ പോക്കും നോക്കി കൊച്ചു വേലായുധേട്ടനും കൂട്ടരും കുലുങ്ങി കുലുങ്ങി ചിരിക്കുന്നു. ഒരു നിമിഷം ആലോചിച്ചിട്ട് ലൂസി സേതുവിൻ്റെ പിന്നാലെ ഇറങ്ങി നടന്നു. വലിയ വെട്ടുവഴിയിലൂടെ നീണ്ടു നീർന്ന് നടന്നു പോവുകയാണ് സേതു. എന്തൊരു സ്പീഡിലാണ് നടക്കണേ. ഒപ്പെത്തണമെങ്കിൽ ഓടണം. ലൂസിക്ക് ഓടണം എന്നുണ്ട്. പക്ഷേ ആൾക്കാരെന്ത് വിചാരിക്കും? അല്ലെങ്കിൽ തന്നെ കൊച്ചു വേലായുധേട്ടൻ്റെ കടയിലേക്ക് ലൂസി വരുന്നതും പോകുന്നതും നോക്കി മയിലും കുറ്റി പോലെ നിൽക്കുന്നുണ്ടാവും കുറേ എണ്ണം. മുക്കലും മൂളലും ചുമക്കലും കുരയ്ക്കലും ഒക്കെ ആയിട്ട് ഒരുത്തനെ ചൂളം കുത്തിണങ്ങി ഒരുത്തനെ ഏമ്പക്കണ്. ഡിയേ ലൂസിയേ, എന്തൊക്കെ ഉണ്ടപ്പിയ വിശേഷം? എവിടേക്കാണ് നീ വെടി കൊണ്ടോണം പോണേ? ഒന്നാ നിക്കറിയപ്പ. ഒരു കാര്യം ചോദിക്കട്ടെ? ഔ എന്തുട്ടാ പെണ്ണിൻ്റെ ഒരു പവറ്. പൊക്കോ പൊക്കോ, എവിടെ ഉണ്ടിട്ടാ തോളസൂറന്മാര്. ലൂസി ഒരെണ്ണത്തിൻ്റെ മുഖത്തും നോക്കില്ല. നോക്കിയാൽ ചിരിച്ചു പോവും ഉറപ്പാ. ചിരിക്കാതിരിക്കാനും ഉണ്ട് കുറേ കഷ്ടപ്പാട്. ചുണ്ട് കൂട്ടിപ്പിടിച്ചാലും കണ്ണ് ചിരിക്കും, മൂക്ക് ചിരിക്കും. ഉള്ളിലെ ചിരിയുടെ ഇളക്കം പാൽപാത്രം അറിയും. വഴി നീളെ പാൽത്തുള്ളികൾ തെറിച്ചുകൊണ്ടിരിക്കും. പാൽ കാലടികൾ വെച്ച് ലൂസി വേഗം വേഗം നടന്നു പോകും. കൊച്ചു വേലായുധേട്ടൻ്റെ ചായക്കടയിലും കാത്തിരിക്കുന്നുണ്ടാവും ചിലർ. അധികവും അപ്പാപ്പന്മാരാണ്. ഒരപ്പാപ്പൻ വലിയ ചുളംകുത്തുകാരനാണ്. ലൂസിയെ കണ്ട ഉടനെ ചുളം കുത്തും. എങ്ങനെ നീ മറക്കും കുയിലേ? എങ്ങനെയെങ്കിലും മറന്നോളാം എൻ്റെ അപ്പാപ്പ എന്ന് കണ്ണു കാണിച്ചിട്ട് ലൂസി പാൽ അളന്നു കൊടുക്കാൻ അകത്തേക്ക് പോകും. പോകുന്ന പോക്കിൽ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി മധുരമായി ചിരിക്കും. അപ്പാപ്പന്മാർ സന്തോഷിക്കട്ടെ. ലൂസിയുടെ കരുണ അപ്പാപ്പന്മാരുടെ ദിവസത്തിൻ്റെ തുടക്കം ഗംഭീരമാവും. രാവിലത്തെ കുളിര്, സമോവറിൻ്റെ ആവി, അടുപ്പിലെ കനല്, ചുറ്റിത്തിരിയുന്ന നീലപ്പുക, ചായയുടെ നറുമണം, അടുക്കളയിൽ വേവുന്ന കടലക്കറി, പുട്ടുകുറ്റിയിൽ നിന്നുയരുന്ന ആവിയുടെ മണം, മുഴുവൻ വിട്ടുമാറാത്ത ഇരുട്ട്, പിന്നെ ലൂസിയുടെ ചിരി. അവൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും ചായക്കടയാകെ ആ ചിരിയുടെ പ്രകാശത്തിൽ തിളങ്ങുന്നുണ്ടാകും. ലൂസി തിരിച്ചു പോകുന്നതും കാത്ത മയിൽക്കുറ്റികളും അവിടെ തന്നെ നിൽപ്പുണ്ടാവും. അവൾ പോയി കഴിഞ്ഞാൽ അവർ നെടുവീർപ്പിടും. ആ പണി കഴിഞ്ഞു. അങ്ങനെയുള്ള ലൂസി സേതുവിൻ്റെ പിന്നാലെ ഓടുന്നത് കണ്ടാൽ ഇവരാരെങ്കിലും സഹിക്കുമോ? നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ലൂസി തല കുനിച്ചുന്ന എല്ലാം നടന്നു. മറിയാപുരം 4 കൂടിയ വഴിയിലെത്തിയാൽ സേതു പടിഞ്ഞാറേ അങ്ങാടിയിലേക്ക് തിരിയും. ലൂസി കണക്ക് കൂട്ടി. പടിഞ്ഞാറേ അങ്ങാടിയുടെ അറ്റത്താണ് സേതുവിൻ്റെ വീട്. പക്ഷേ ലൂസി കിഴക്കേ അങ്ങാടിയിലേക്ക് നടന്നു, അല്ല ഓടി. കൈ എത്തിച്ചു തൊടാവുന്ന അകലത്തിൽ സേതുവിൻ്റെ പിന്നിലെത്തിയപ്പോൾ ലൂസിക്ക് പേടിയായി. എന്തിനാണ് അവൾ സേതുവിൻ്റെ പിന്നാലെ പായുന്നത്? ലൂസി നിന്നു ആലോചിച്ചു. സേതു അകന്നകന്നു പോയി. 100 കണ്ണുകൾ ലൂസിയെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. 1000 നാവുകൾ ബ്രിജിത്തയോട് ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ടാവും. നിങ്ങളുടെ ലൂസി ഒരാവശ്യവും ഇല്ലാണ്ട് ദേ കിഴക്കേ അങ്ങാടി കൂടെ പോണു. കനത്ത നെഞ്ചോടെ ലൂസി തിരിച്ചു നടന്നു. ഒരൊറ്റ തവണയെങ്കിലും സേതു തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ജീവിതമാകെ മാറിയേനെ എന്നവൾക്ക് തോന്നി. സേതുവിൻ്റെ കണ്ണുകൾ പോലെ ലൂസിയുടെ കണ്ണുകളും വാതിലുകളാണ്. സേതു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ലോകങ്ങളിലേക്ക് തുറക്കുന്ന വാതിലുകൾ. സേതുവിന് ഒന്നാ നോക്കിയ എന്തായിരുന്നു ഛേദം? നോക്കാതെ എങ്ങനെ അറിയും ലൂസി എങ്ങനത്തെ ലോകമാണെന്ന്? ചെന്നിക്കുത്തോടെയാണ് ലൂസി വീട്ടിലെത്തിയത്. അടുക്കളയുടെ കട്ടിലപ്പടിയിന്മേൽ 2 കൈയും തലയ്ക്ക് കൊടുത്ത് കുറേ നേരം അവൾ ഇരുന്നു. സേതു എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന വിങ്ങലാണ് ചെന്നിക്കുത്ത്. വിങ്ങൽ. ലൂസി മുഴുവൻ ഒരു വിങ്ങലാണ്. തലയ്ക്കുള്ളിൽ, കഴുത്തിൽ, കൈകളിൽ, നെഞ്ചിൽ, അടിവയറ്റിൽ, അതിനും താഴെ, അങ്ങനെ പെരുവിരലിൻ്റെ താഴെ അറ്റം വരെ വിങ്ങുന്ന ഒരു ലോകം. ആ ചെക്കന് 10 പൈസ കുറവാട്ട ലൂസി മാളെ, ചെറോണ പറഞ്ഞു. ലൂസി വിശ്വസിക്കുന്നില്ല. സേതു കുളിക്കില്ല, പല്ല് തേക്കില്ല, മുടി വെട്ടിക്കില്ല, താടി വെടിക്കില്ല, ഭക്ഷണം വേണമെന്നില്ല. തുളക്ക് ഒരു സഞ്ചിയും തൂക്കി കാലും എന്താ പട്ടിയെ പോലെ തന്നെ നടക്കും. എവിടെ വേണമെങ്കിലും കിടന്നോളും, ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോളും. വലിക്കുന്നതേ കഞ്ചാവണ്, കുടിക്കുന്നതേ പട്ടച്ചാരയം. ആരോട് സ്നേഹമില്ലത്രേ. ആരോടും.
ലൂസി വിശ്വസിക്കുന്നില്ല. പക്ഷേ കുട്ടമണിയാണ് പറയുന്നത്. സേതുവിൻ്റെ നിഴൽ. എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഞാൻ എന്തിന് ജനിച്ചു? സേതു ചോദിക്കുന്നു. സേതുവിൻ്റെ ആവശ്യപ്രകാരമല്ലത്രേ സേതു ജനിച്ചത്. ജനിമൃതികൾ നൂഴ്ന്ന് ഞാൻ എങ്ങോട്ടാണ്? കനാലിൻ്റെ മണ്ടയിൽ മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കിയാണ് ചോദ്യങ്ങൾ. എന്തായാലും ഇങ്ങോട്ടല്ല എന്ന മട്ടിലാണ് ആകാശത്തിൻ്റെ നിൽപ്പ്. സേതു തൃപ്തനായില്ല. കുട്ടമണി തരച്ചു കൊടുത്ത ബീഡിയിൽ നിന്ന് തൃപ്തികരമായ ഒരു മറുപടി സേതു ആഞ്ഞു വലിച്ചെടുത്തു. ഊണി കയറി ഇറങ്ങുന്നു, കോണകവാലും ഇറങ്ങുന്നു. കുട്ടമണി കവിത ചൊല്ലിക്കൊടുത്തു. നീ എന്തെങ്കിലും കോണകം കൊടുത്തിട്ടുണ്ടോ? സേതു ചോദിച്ചു. ഇല്ല, എനിക്ക് ജന്മം തൊട്ടേ ജട്ടിയാണ് ജട്ടി, കുട്ടമണി പറഞ്ഞു. കോണകം കൊടുക്കണം, സേതു ഉപദേശിച്ചു. കോണകവാൽ ഒരു ദർശനം തരുന്നുണ്ട്. ദർശനത്തിൻ്റെ കാര്യം കുട്ടമണിക്കറിയില്ല. കുറ്റിച്ചാക്കുലോന അന്തോണിയുടെ കടയിൽ സേതുവിന് കോണകത്തിനുള്ള ജഗന്നാഥൻ തുണിക്കൊടുത്തത് അവനാണ് എന്നറിയാം. ആ, നല്ലൊരു ചോനോടും ചോദ്യോടും തലേമ്മ തല തെറിച്ച ആ സന്തതി ചോദിക്കുക, ഇന്ന് എന്തിനാ ഉണ്ടാക്കിയെന്ന്. തല്ലിക്കൊല്ലണ്ടതിനെ? ചൊറോണ ചോദിച്ചു. എന്നെ എന്തിനു ജനിപ്പിച്ചു? സേതു അച്ഛനോട് ചോദിച്ചു. പോക്കോ നായ നീ എൻ്റെ മുമ്പിന്ന്, കുമാരേട്ടൻ തല്ലാൻ കൈ ഓങ്ങി. നാറിയിട്ട് വയ്യല്ല ശിവനെ, ഈ പണ്ടാർത്തിനെ പോയി കുളിക്കറ സേതുവോ? കല്യാണി ചോത്തി. സേതുവിൻ്റെ അമ്മ 2 കൈകൊണ്ടും തലക്കടിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 1.5 കൊല്ലം കഴിഞ്ഞ് സേതു വരുന്ന വരവാണ്. ആരുടെ ചോദ്യത്തിനും ഉത്തരം പറയാൻ താൻ ബാധ്യസ്ഥനല്ലെന്ന നോട്ടത്തോടെ ഉമ്മറത്തിണ്ണയിലിരുന്നു. ചകിരിയും കൊണ്ട കുമാരേട്ടൻ വിളിച്ചു പറഞ്ഞു. ശാന്ത, രമണി, ശോഭന, ലളിത ചെമ്പുകുടങ്ങൾ കൊണ്ട് കിണറ്റുകരയിലേക്ക് ഓടി. 1 വാര 501 സോപ്പ്, 1 തേങ്ങയുടെ ചകിരി, 101 കുടം വെള്ളം. കുമാരേട്ടനും കല്യാണം എടുത്തിയും കൂടി ഉരച്ചു തേച്ച് കഴുകിയെടുത്തപ്പോൾ സേതു പാറ്റ പോലെ കനം കുറഞ്ഞു. അവൻ ഉറക്കം വന്നു. നനഞ്ഞ കോഴിക്കുഞ്ഞിനെ പോലെ വിറച്ചുകൊണ്ട് അവൻ ചോദിച്ചു, ഞാൻ ആരാണ്? നിന്റെ അപ്പൻ്റെ കാലൻ. കുമാരേട്ടൻ പല്ലു കടിച്ചു. ശാന്ത, രമണി, ശോഭന, ലളിത സേതുവിൻ്റെ തല തോർത്തി. തല നിറച്ച് പേന, ഈര, പേൻ ചീപ്പ്, ഈരോലി. ശാന്തയും രമണിയും ഇടത്തും വലത്തും ഇരുന്ന് പേൻ പെറുക്കി നഖത്തിൽ വെച്ച് പൊട്ടിച്ചു. പേനിനെ കൊല്ലരുത്, സേതു പറഞ്ഞു. പെങ്ങന്മാർ അത്ഭുതത്തോടെ അവനെ നോക്കി. എൻ്റെ തലയിലെ പേനുകളെ ഒരുത്തി പ്രേമിക്കുന്നു. ലൂസി ഞെട്ടി. ചൊറോണയുടെ കഥ ലൂസിക്ക് കേൾക്കണ്ട. സേതു റബലാണ്, കുട്ടമണി പറഞ്ഞു. റബലാ? എന്തൂട്ടുന്ന റബല്? കാനത്ത് കുലച്ചു നിൽക്കുന്ന നേന്ത്രവാഴകൾക്കിടയിലൂടെ ചെന്നിക്കുത്തുമായി ലൂസി നടന്നു. ഉണക്കവാഴച്ചപ്പ് കാറ്റിൽ കലപില ഒച്ചയുണ്ടാക്കി. കുലയുടെ കനം കൊണ്ട് കുത്തുകൊടുത്ത വാഴകൾ. റബലാ? ലൂസി വാഴത്തോപ്പിൽ അലഞ്ഞു തിരിഞ്ഞു. ചെന്നിക്കുത്ത് കൂടി. സേതു എന്തിനാ റബലാവണേ? എങ്ങനെ റബലുകൾ ഉണ്ടാകാതിരിക്കും? യുദ്ധങ്ങൾ തന്ന പാഠമാണത്, ലോകത്തിനറിയാം. ലൂസയും സുന്ദരിയും മദിരാശി മരത്തിൻ്റെ വേരുകളിലെ ഹിപ്പികളെ നോക്കി നിൽക്കുകയാണ്. റബലുകൾ ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് പിടിയില്ലാത്ത ലൂസി റബലുകൾ ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് പിടിയില്ലാത്ത സുന്ദരിയോട് ചോദിച്ചു. ആ ചെക്കന്മാർ റബലുകളാണ്? ആ, സുന്ദരി കൈമലർത്തി. സത്യം പറഞ്ഞാൽ ഈ ചന്ദ്രനും ലൂസിക്കും സുന്ദരിക്കും ഒക്കെ ഇംഗ്ലീഷ് കമ്മിയാണ്. ജിയും ജയും തമ്മിലുള്ള വ്യത്യാസം അറിയാതെ എപ്പോഴും കഷ്ടപ്പെടുന്നവരാണ്. എവിടെന്നാ വരണേ? വരണതൊക്കെ മറിയാപുരത്തുനിന്നാണ്. പറഞ്ഞിട്ടെന്താണ് കാര്യം? ഇംഗ്ലീഷ് തലയിൽക്കാകാറുണ്ടേ. ഈ പോക്ക് പോയാൽ എവിടെ എത്തുന്നറിയോ? ലൂസിക്ക് ചിരിയാണ് വരിക. എവിടെ എത്താൻ? ബ്രിജിത്തര കട്ടിലിൻ്റെ കാക്കൽ. മലയാളം ബ്ലോക്കാണ് കോഴിപ്പര. കോളേജിൻ്റെ പിന്നിൽ ഇടിഞ്ഞു വീണ മതിലിനോട് ചേർന്ന് പഴയ കെട്ടിടങ്ങൾ, ഷെഡുകൾ, തല്ലിപ്പൊളി ബെഞ്ചുകൾ, ആരെയും പേടിയില്ലാത്ത കുറേ കന്നാലികൾ, മുറ്റത്തെ എരിക്കുകൾ, കമ്മ്യൂണിസ്റ്റ് പച്ചകൾ. എല്ലാ മഴക്കാലത്തും കോഴിപ്പര വീഴാൻ തുടങ്ങും. കുട്ടികൾ മുകളിലേക്ക് നോക്കി കൽപ്പിക്കും, നോക്കവിടെ, തലയിലേക്ക് വീഴരുത്. ആ മഴക്കാലം കഴിഞ്ഞു പോകും. കോഴിപ്പരയാണ് കോളേജിൻ്റെ ആദ്യ രൂപം. ഇക്കാണുന്ന വമ്പൻ കെട്ടിടങ്ങളും ബ്ലോക്കുകളും സ്റ്റെയർ കേസുകളും വരാന്തകളും ലാബുകളും സെമിനാർ ഹാളുകളും പൂന്തോട്ടങ്ങളും കളിസ്ഥലവും ഒക്കെ പിന്നീടുണ്ടായവയാണ്. ഓരോന്ന് ഉണ്ടായി വരുമ്പോഴും കോഴിപ്പര കുറേശ്ശെ ഇടിഞ്ഞും തകർന്നും പൊടിഞ്ഞും പോയിക്കൊണ്ടിരുന്നു. ആരും കാര്യമാക്കിയില്ല. വാക്കുകളും തേഞ്ഞിരുന്നു. മുനകൾ പൊടിഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ മണ്ണടിഞ്ഞേക്കാം. ആരും അറിയില്ല.
എന്നാലും അവിടുന്നുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ സ്ഥലവും കാലവും തെറ്റി കാറ്റിലൂടെ മെയിൻ ബ്ലോക്കുകളിലേക്ക് കടന്നു വരുന്നു. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്കലി. എന്നും കല്ലും വഴക്കുമാണ്. ഞങ്ങൾക്ക് കോഴിപ്പര വേണ്ട. പക്ഷേ എവിടെ സ്ഥലം? ഇക്കണായ കെട്ടിടങ്ങളിൽ ഒന്നിലും കോഴിപ്പരക്കാരെ കുടിയിരുത്താൻ പറ്റിയ സ്ഥലം കാണാനില്ല. വഴക്കാളികളായ കോഴിപ്പരക്കാർക്ക് മെയിൻ ബ്ലോക്കിൽ സ്ഥലം കൊടുക്കാൻ 7 പ്രിൻസിപ്പൽമാർ കിണഞ്ഞ് ശ്രമിച്ചിട്ടുണ്ടെന്ന് കോളേജ് മാഗസിനുകളിലെ ചരിത്രരേഖകളിൽ കാണുന്നു. മലയാളം പഠിക്കാൻ എന്തിനാണ് മെയിൻ ബ്ലോക്കിൽ സ്ഥലം എന്ന് ചോദിച്ച പ്രിൻസിപ്പൽമാരും ചരിത്രത്തിൽ ഉണ്ട്. ഞെങ്ങിഞ്ഞെരുങ്ങി 2 മുറികൾ കിട്ടിയിട്ടുള്ളത് മലയാളം സെക്കൻഡ് ലാംഗ്വേജായി പഠിപ്പിക്കാനാണ്. അല്ലാതെ എല്ലാ കൊല്ലവും നവംബർ 1 കോഴിപ്പരയിലെ ടീച്ചർമാരും പെൺകുട്ടികളും ധാരാളം എണ്ണ തേച്ച് കുളിച്ച് കസവ് നേരിയത് ചുറ്റി ചന്ദനക്കുറിയും മുല്ലപ്പൂവുമായി വന്ന് പ്രിൻസിപ്പലിനെ കോഴിപ്പരയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകും. അപ്പോൾ പ്രധാന കെട്ടിടങ്ങളുടെ മുകൾ നിലകളിൽ നിന്ന് ഇങ്ങനെ കൂവലുകൾ കേൾക്കാം: മലയാളം മങ്കി മങ്കി. മാവില കുരുത്തോല തോരണങ്ങൾക്കിടയിലൂടെ ചാണകം ചവിട്ടാതെ നടന്നു ചെന്ന് പ്രിൻസിപ്പൽ കനത്ത ഒച്ചയിൽ ഒരു വാഗ്ദാനം നൽകും: ഇക്കൊല്ലം തന്നെ കോഴിപ്പരയിൽ നിന്ന് മലയാള ഭാഷയ്ക്ക് മോചനം. മലയാള മങ്കികൾ കയ്യടിയോട് കയ്യടി. മനവേന്ദ്ര വിളങ്ങുന്നു. പിന്നെ കോഴ്സ് കഴിഞ്ഞു പോകുന്നത് വരെ ശല്യമുണ്ടാകില്ല. കോഴിപ്പരയിൽ കിടന്നോളും. മലയാളം BAക്ക് പഠിക്കുന്ന ചന്ദ്രു എന്തിനാണ് ഇംഗ്ലീഷിൽ വർത്തമാനം പറയുന്നത്, എഴുതുന്നത്, പ്രസംഗിക്കുന്നത്? അതൊരു വാശിയാണ് മോളെ. സുന്ദരി പറഞ്ഞു കൊടുത്തു. വാശി ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറുടെയാണ്. അങ്ങാരുടെ ഇംഗ്ലീഷ് ഭയങ്കരമാണ്. ലൂസി അന്തം വിട്ട് വായ പൊളിച്ച് ഒരിപ്പിരിക്കും. ഒരക്ഷരം മനസ്സിലായിട്ടുണ്ടാവില്ല. തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിന് തീ കൊടുത്ത പോലെയാണ് ലൂസിക്ക് തോന്നുക. മാലപ്പടക്ക അമിട്ട് കഥന വാണം. വാട്ട്സ് യുവർ നെയിം? പ്രൊഫസർ ലൂസിയോട് ചോദിച്ചു. ടെസ്റ്റ് പേപ്പറിൽ 0 വാങ്ങി നിൽക്കുകയാണ് ലൂസി. ഉത്തരക്കടലാസ് പ്രൊഫസറുടെ കയ്യിലുണ്ട്. അതും പൊക്കിപ്പിടിച്ചാണ് അങ്ങോര് ചോദിക്കുന്നത്. അങ്ങോരുടെ ഉച്ചാരണം പിശകായതുകൊണ്ട് ലൂസിക്ക് ചോദ്യം മനസ്സിലായില്ല. അവൾ 0 പോലെ വെറുതെ നിന്നു. പ്രൊഫസർ ചോദ്യം ആവർത്തിച്ചു. ഇത്തവണ ഈണം ഒന്ന് കയറ്റിയിട്ടാണ് ചോദിച്ചത്. അപ്പോഴും എന്താണ് ചോദ്യമെന്ന് ലൂസിക്ക് മനസ്സിലായില്ല. ഈണം കയറ്റിയതൊക്കെ ശരി തന്നെ, ഉച്ചാരണം ശരിയാവണ്ടേ. 3ാമത് ചോദ്യം വന്നത് വിറപ്പിക്കുന്ന പോലെയാണ്. ഉത്തരക്കടലാസ് വലിച്ചു കീറി ഒരേറ്. ഗെറ്റ് ഔട്ട്. ലൂസി ക്ലാസിൻ്റെ പുറത്തേക്ക് ഒരൊറ്റ തെറിക്കൽ. തലയ്ക്ക് വെളിവ് വന്നപ്പോൾ വരാന്തയിൽ ചുവരും ചാരി നിന്ന് ലൂസി കുറേ ആലോചിച്ചു. എന്തുട്ടാ അങ്ങനെ ചോദിച്ചേ? വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് ചോദിച്ചതെന്ന് സുന്ദരി വിസ്തരിച്ചു കൊടുത്തപ്പോഴാണ് ലൂസി ആകെ അയ്യത്തടാന്നായത്. മൈ നെയിം ഈസ് ലൂസി. എന്തെളുപ്പമുള്ള ഉത്തരാണ്. BA മലയാളം 2ാം കൊല്ലം പഠിക്കുന്ന ഒരൊറ്റ കുട്ടിക്ക് സൂപ്രണ്ടിൻ്റെ സ്പെല്ലിങ് അറിയില്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം പ്രൊഫസറുടെ തലക്കല്ലിളകി. കയ്യിൽ കിട്ടിയ ചോക്കും ഡസ്റ്ററും പുസ്തകവും എടുത്ത് പിള്ളേരെ എറിഞ്ഞു. ലൂസിക്കും കൊണ്ടിട്ടുണ്ട് ഏറുകൾ, ചെറിയ ചെറിയ സ്പെല്ലിങ്ങുകൾക്ക്. സൂപ്രണ്ടിൻ്റെ സ്പെല്ലിങ് ലൂസിയുടെ എല്ലാ ബുദ്ധിശക്തിയുടെയും പുറത്തു നിൽക്കുന്ന ഒന്നാണ്. ഇതുവരെ ഒന്നും പഠിക്കാൻ പോകുന്നില്ലല്ലോ എന്ന സമാധാനം മാത്രം. പക്ഷേ ചന്ദ്രുവിനെ ഏറുകൊണ്ടപ്പോൾ കോഴിപ്പര കിടുങ്ങി. കഴുക്കോലിലെ ചിതലുകൾ കൂട്ടത്തോടെ അടർന്നു വീണു. അമേരിക്കക്കാരി സ്പെല്ലിങ് തെറ്റിക്കുന്നു, ഇന്ത്യക്കാരെന്തിന് സ്പെല്ലിങ് പഠിക്കണം? പ്രൊഫസർ CIA ചാരനാണെന്ന് ചന്ദ്രു പറഞ്ഞു. ചന്ദ്രുവിൻ്റെ ഷർട്ട് കൂട്ടിപ്പിടിച്ചു. അവന് മാത്രമല്ല, അവൻ്റെ 10 തലമുറയ്ക്കും ഇംഗ്ലീഷ് പിടികിട്ടാൻ പോണില്ലെന്ന് അങ്ങോട്ട് പറഞ്ഞു. ഇംഗ്ലീഷ് റോയൽ ഭാഷയാണ്, യോഗ്യന്മാരുടെ ഭാഷ. ചലഞ്ച്. പ്രൊഫസറുടെ കൂട്ടിപ്പിടുത്തത്തിൽ നിന്ന് കുതറിക്കൊണ്ട് ചന്ദ്രു ചീറി. കോഴിപ്പരയുടെ കല്ലുകൾ ഇളകി. ഇംഗ്ലീഷ് കേട്ട് സുഖിച്ചു കിടന്നിരുന്ന പശുക്കൾ എണീറ്റോടി. പ്രൊഫസർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഭൂമികുലുക്കം കഴിഞ്ഞ പോലെയായിരുന്നു പിന്നെ കോഴിപ്പര. ഇംഗ്ലീഷും മലയാളവും തമ്മിലൊരു യുദ്ധം ഉരുണ്ടുകൂടുകയാണെന്ന് തോന്നി. ഈ കേസിൽ ചന്ദ്രുവിനെ കോളേജിൽ നിന്ന് പുറത്താക്കി. ആരും അവൻ്റെ ഭാഗം പറയാനുണ്ടായിരുന്നില്ല. അവൻ ചെയ്തത് തെറ്റാണെന്ന് പെൺകുട്ടികളെല്ലാവരും ഉറപ്പിച്ചു. ലൂസി പറഞ്ഞില്ല. ലൂസി തൊള്ള തുറന്ന് 4 വർത്താനാ പറഞ്ഞു. ലൂസിയുടെ ആദ്യത്തെ വെളിപ്പെടൽ. കുട്ടികളൊക്കെ അതിശയത്തോടെ ലൂസിയെ നോക്കി. ലൂസിയുടെ ഒച്ച, ലൂസിയുടെ ഒച്ച, ഇതാണോ ലൂസിയുടെ ഒച്ച? ലൂസിയുടെ ഭാഷ, ലൂസിയുടെ ഭാഷ ഇതാണോ? ലൂസിയുടെ ഭാഷ. ലൂസി നിന്നു കിതച്ചു. ഡെസ്കിലിടി, വിസിൽ, ബഹളം, ചിരി.
നീ ലോയ്ക്ക് ചേർന്നോ ലൂസിയെ, ഭാവിയുണ്ട്. സുന്ദരി പോലും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആവേശത്തിനും കിതപ്പിനും ഇടയിലും ഒരു നിമിഷം ലൂസിയുടെ മനസ്സിലൂടെ മിന്നലിൻ്റെ വേഗത്തിൽ ഒരാശ പുളഞ്ഞുകൊണ്ട് കടന്നുപോയി. പിന്നാലെ ഒരുപാട് കോഴികൾ കൊക്കുകയും പശുക്കൾ കരയുകയും ആടുകൾ ചിനയ്ക്കുകയും ചെയ്തു. കട്ട്ളപ്പടി കടക്കാൻ വിഷമിച്ചുകൊണ്ട് ബ്രിജീത്ത കൈനെട്ടി. ഒന്നാ പിടിച്ചേരി. ലൂസിയുടെ ആവേശം തണുത്തു. കിതപ്പാറി മുഖം കുനിഞ്ഞു. എല്ലാവരും കൂടി ചന്ദ്രുവിനെ ആക്രമിക്കുന്നതിൽ ന്യായമില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ലൂസി വർത്തമാനം പറഞ്ഞത്. ചന്ദ്രു വിദ്യാർത്ഥി ഐക്യം തകർക്കാൻ നടക്കുന്നവനാണെന്നും അവൻ ജാതിയുടെ പേര് പറഞ്ഞ് സുന്ദരിയെയും കൂട്ടരെയും വഴിതെറ്റിക്കുകയാണെന്നും കേട്ടപ്പോൾ ലൂസിക്ക് ദേഷ്യം വന്നു. മുട്ടിയ ചേരിയും കടിക്കും. സത്യം പറഞ്ഞാൽ ലൂസി പോലും അറിയാതെ ഒരു പൊട്ടിത്തെറിക്കലായിരുന്നു അത്. രണ്ടാമതൊന്നും അതുപോലെ പറയാൻ ലൂസിക്ക് പറ്റിയില്ല. പ്രസംഗിക്കാൻ പോയിട്ട് ആരുടെയെങ്കിലും മുഖത്തൊന്ന് താറപ്പിച്ച് നോക്കാൻ പോലും ലൂസിക്ക് ധൈര്യമില്ല. ചന്ദ്രുവിനെ പുറത്താക്കിയതിൽ ലൂസിയിലെ വക്കീൽ പിന്നിട്ടം മുട്ടി കോളേജിൽ നിന്ന് ഓടിപ്പോയി. വഴി നീളെ അവൾ പിറുപിറുത്തു. ഇതെന്തൂട്ട് കോളേജാണിത്? നീതി നിഷേധിക്കപ്പെട്ട ചന്ദ്രു മദിരാശി മരത്തിൻ്റെ വേരിൽ വന്നു കിടന്നു. ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് തന്നോട് എതിർക്കുകയാണെന്ന് അവൻ വിശ്വസിച്ചു. തന്നോടൊപ്പം നിൽക്കാൻ ആരുമില്ല. തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചന ഒരാളും അറിയുന്നില്ല. എവിടെ തിരിഞ്ഞാലും ശത്രുക്കളാണ്. ഓരോ നിമിഷത്തിലും ശത്രുക്കൾ പെരുകുകയാണ്. കോളേജിൻ്റെ കവാടത്തിൽ പതുങ്ങി നിന്ന് ചന്ദ്രു ശത്രുവിൻ്റെ വരവ് കണ്ടു. അഴികൾക്കിടയിലെ വിടവിലൂടെ ശത്രുലോകത്തിൻ്റെ പരപ്പിലേക്ക് അവൻ ഒളിഞ്ഞു നോക്കി. കാറുകൾ, ബൈക്കുകൾ, സ്കൂട്ടറുകൾ, സൈക്കിളുകൾ, വേഷവിധാനങ്ങൾ, പുത്തൻ പരിഷ്കാരങ്ങൾ, വിശക്കാത്ത വയറുകൾ, ദുർമേധസ്സുകൾ, കൊടികൾ, ചുവരെഴുത്തുകൾ, കണക്ക്, കവിത. നേന്ത്രകുലകൾ കരാറിനെടുത്തത് പൂച്ചട്ടിയിലുള്ള ഒരു വർഗീസായിരുന്നു. പറഞ്ഞു വന്നപ്പോൾ ബ്രിജീത്ത വർഗീസിനെ അറിയും. അവൻ്റെ അപ്പാപ്പനായിട്ടും ഒക്കെ വിറ്റുപറക്കി ഇവിടുന്ന് പോയതാണ്. അപ്പനും അപ്പാപ്പനും ഒക്കെ മരിച്ചു. തറവാട്ടും പേര് നിലനിർത്താൻ ഇപ്പം ഞാൻ മാത്രമുള്ളൂ. പെങ്ങന്മാർ 4 ആളുണ്ട്. പറഞ്ഞിട്ട് കാര്യമുണ്ടാ? അവറ്റൊക്കെ മാറ്റാൻ കുടുംബത്തല്ലേ. ഉണ്ടാർന്ന ചട്ടിയും കലവും വരെ പെറുക്കി വിറ്റിട്ടാണ് 4 ആൾക്ക് സ്ത്രീധനം കൊടുത്ത. എടുത്താൽ പൊന്താത്ത കടമുണ്ട്. അമ്മാമേ നല്ല വലിയ വലിക്കണേ. ഒക്കെ ആദ്യം പൂതി ഉണ്ടാക്കിയിട്ട് വേണം. പിന്നെ എന്തുട്ടാന്ന് വെച്ചാൽ അമ്മക്ക് വലിയ ചിലവൊന്നും ഇല്ല. ഒരു കള്ളുടി ഇല്ല, ബീഡി വലി ഇല്ല, പെണ്ണ് കിണ്ണ് ആ വക യാതൊരു കേസ് കെട്ടും ഇല്ല. ആ കാര്യത്തിലൊക്കെ നമ്മൾ ഭയങ്കര ഡീസൻ്റാണ്. എന്താന്നാ നമ്മൾ ഒരു കിടാവിനെ കെട്ടിക്കൊണ്ട് വരും. നമ്മളെ വിശ്വസിച്ചിട്ടാണ് ആ കിടാവ് നമ്മുടെ കൂടെ വരിക. അപ്പോൾ നമ്മൾ ഡീസൻ്റ് ആയില്ല. എങ്ങനെ ശരിയാവുക? നമുക്ക് ആ പണി പറ്റില്ല. പിന്നെപ്പോൾ എന്താ നമ്മളെ ഒറ്റാന്തടിയാണ് എന്ന് വെച്ചിട്ട് എപ്പോഴും അങ്ങനെയാവുക. വരട്ടെ, ഇഷ്ടം പോലെ സമയമല്ലേ കിടക്കണേ. എന്തൂട്ടിനാ തിരക്കൂട്ടണേ? പെണ്ണും പെടക്കോഴിയൊക്കെ അവിടെ നിൽക്കട്ടെ. വീടിൻ്റെ ഒരു വശേ ഇടിഞ്ഞ് പൊളിഞ്ഞ് എപ്പോഴാ മെക്കട്ടയ്ക്ക് വീഴാന്നറിയില്ല. അതൊക്കെ ഒന്ന് പൊളിച്ച് മേയണം. ഈ പണ്ടാറം അടങ്ങണ കടല്ലേ നമ്മളെ കൊല്ലണേ. പലിശ കൊടുത്ത് നാട്ട് ഓടിയണു. എൻ്റെ അമ്മാമേ, നിനക്ക് കടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കായേര കാശൊന്നും കുറക്കില്ല. നീ വില പറയരാ ചക്ക. ലോകവർത്താനം കേൾക്കാനൊന്നും എനിക്ക് നേരമില്ല. ബ്രിജീത്തയ്ക്ക് ദേഷ്യം വന്നു. ലൂസിക്ക് അത്ഭുതം തോന്നി. എന്തുകൊണ്ടാ ഈ വർഗീസ് ഇങ്ങനെ ശ്വാസം വിടാണ്ട് പറയണീന്ന്? നല്ല ഒച്ച, കേൾക്കാൻ സുഖമുണ്ട്. ലൂസി ചൂട്ടഴികൾക്കുള്ളിലൂടെ എത്തി നോക്കി. വടക്കേ മുറ്റത്ത് കൂടെ ബ്രിജീത്തയും വർഗീസും വാഴത്തോപ്പിലേക്ക് പോകുന്നു. ലൂസി പെട്ടെന്ന് മാറി നിന്നു. ബ്രിജീത്ത കാണണ്ട. ലൂസിയുടെ നേന്ത്രവാഴകൾക്കിടയിലൂടെ വർഗീസ് മതിമറന്ന് നടക്കുകയാണ്. കുലകളെ പൊതിഞ്ഞു വെച്ച ചമ്മലകൾ മാറ്റി കായ കാണുമ്പോൾ കച്ചവടം മറന്ന് ആ പൊട്ടൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞു. സത്യാ പറഞ്ഞ ഇത്ര തൊടുള്ള കായ അടുത്തോടത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ വില കൊണ്ട് അടുത്തില്ല. ബ്രിജീത്ത അറുത്തു മുറിച്ച് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. വർഗീസ് പിന്നാലെ വന്നു. ഈ തള്ള പെശകണ്. വർഗീസ് മുറ്റത്ത് നിന്ന് പിറുപിറുത്തു. ലൂസി ഒളിഞ്ഞു നോക്കുന്നത് അവൻ അറിയില്ലല്ലോ. വർഗീസിൻ്റെ ആലോചിച്ചുള്ള നിൽപ്പും നിരാശയോടെ വാഴത്തോട്ടത്തിലേക്കുള്ള നോട്ടവും കണ്ട് ലൂസിക്ക് ചിരി വന്നു. ആള് ഡീസൻ്റാണ്. കായ കച്ചവടം ഉറപ്പിച്ചു കിട്ടാൻ വേണ്ടി 5 തവണ വർഗീസ് വീട്ടിൽ വന്നു. അതോടെ മറഞ്ഞു നിന്നാണെങ്കിലും വർഗീസിൻ്റെ ചരിത്രം മുഴുവൻ ലൂസി പഠിച്ചു. 5ാമത്തെ തവണ ബ്രിജീത്ത ഏറ്റവും ആദ്യം പറഞ്ഞ വിലയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. എന്നിട്ടും ബ്രിജീത്തയുടെ മുഖം തെളിഞ്ഞില്ല.
വാഴക്കിട്ട ചാണത്തിൻ്റെയും വെണ്ണൂറിൻ്റെയും കാശായിട്ടില്ലേത് അറിയാകുമ്പോൾ ബ്രിജിത്ത കണ്ണടയുടെ മീതെ കൂടി നോക്കി വർഗീസിനോട് പറഞ്ഞു. അകത്തേക്ക് കയറി വന്ന ബ്രിജിത്തയുടെ മുഖം തെളിഞ്ഞിരിക്കുന്നത് ലൂസി കണ്ടു. നട്ടപ്ര വെയിലത്ത് നിൽക്കുന്ന വർഗീസിൻ്റെ മുഖത്തുമുണ്ടായിരുന്നു തെളിച്ചം. ലൂസിയുടെ നേന്ത്രവാഴക്കുലകൾ കൊണ്ട് രണ്ടാൾക്കും നഷ്ടമൊന്നും വന്നിട്ടില്ല. ഭാഗ്യം. കായ വെട്ടാൻ ഒരുത്തനെയും കൂട്ടി വർഗീസ് വന്നു. അടുക്കളയുടെ കട്ടളപ്പടിയും ചാരി നിൽക്കുകയായിരുന്നു ലൂസി. അകത്തേക്ക് പൊടി, ബ്രിജിത്ത കൽപ്പിച്ചു. ലൂസി അകത്തേക്ക് പോന്നു. ചൂട്ടഴിയുടെ ഉള്ളിൽ കൂടി നോക്കാൻ ബ്രിജിത്തയുടെ അനുവാദം വേണ്ടല്ലോ. വർഗീസും കായവെട്ടുകാരനും കൂടി മുരിങ്ങ മരങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്നത് അവൾ കണ്ടു. വർഗീസ് ആളൊരു സുന്ദരനാണ്. കഴുത്തിൽ സ്വർണമാലയുണ്ട്. ഇട്ടിരുന്ന നീലക്കള്ളി ഷർട്ട് അഴിച്ച് തൊഴുത്തിൻ്റെ ചുവരിലെ ആണിയിൽ തൂക്കിയിട്ടു. വർഗീസ് നല്ല വെളുത്ത സാൻഡോബനിയൻ അത് ഊരി ഒന്ന് കുടഞ്ഞ് ആണിയിൽ തൂക്കി. വർഗീസ് തിരിഞ്ഞു നിന്നു. അയ്യേ, നെഞ്ഞത്തൊരൊറ്റ രോമല്ല, പക്ഷേ പരന്ന് ഉറച്ച നെഞ്ചാണ്. ആ പരപ്പ് ലൂസിക്ക് ഇഷ്ടമായി. മണ്ണ് കൊത്തിക്കിളയ്ക്കുമ്പോഴും ഇങ്ങനെ ചില പരപ്പുകൾ ലൂസിയെ പെട്ടെന്ന് വശീകരിക്കാറുണ്ട്. കടും നീലക്കരയുള്ള ഡബിൾ മുണ്ടിൻ്റെ മീതെ കായക്കറ പിടിച്ച തോർത്ത് ചുറ്റിയിട്ട് ഡബിൾ മുണ്ട് അടിയിലൂടെ വലിച്ചെടുത്ത് തോളത്തിട്ട് വർഗീസ്. നല്ല വിദ്യ. ലൂസി ഒച്ചയുണ്ടാക്കാതെ ചിരിച്ചു. ആള് ഡീസൻ്റാണ്. പക്ഷെ തോർത്തുകൊണ്ട് അഴിച്ചു കുടഞ്ഞു കൊടുക്കുമ്പോൾ നീല വരെയുള്ള ഡ്രോയർ ലൂസി കണ്ടു. അയ്യേ, ഞാനപ്പടി കണ്ടു. ലൂസി ചിരിയോട് ചിരി. വർഗീസ് പാവം ഇതൊന്നും അറിയാതെ കായക്കറ പിടിച്ച ഒരു ബനിയൻ എടുത്തിട്ടു. പുള്ളിപ്പുലീര പോലിയുണ്ട്, ലൂസി പരിഹസിച്ചു. അടുക്കളയുടെ 3 വശത്തും ചൂട്ടഴികൾ പിടിപ്പിച്ച പഴയ പണിക്കാർക്ക് സ്തുതി. ഏണിയുടെ മീതെ നിൽക്കുന്ന പുള്ളിപ്പുലിയെ ലൂസിക്ക് നല്ലോണം കാണാം. പുള്ളിപ്പുലിയെ ലൂസിക്ക് ഇഷ്ടമായി. താഴേക്ക് വളഞ്ഞ് ബ്രാ പോലെയുള്ള പുതിയ തരം മീശയാണ് വർഗീസിന്. കുരുവിക്കൂടും വീതുളികൃതാവും ഉണ്ട്. മുഖത്തേക്കാൾ നിറം കാലിന്. ഈ കായ കച്ചവടത്തിന് നടന്ന് മുഖം കരുവാളിച്ചു പോയതാവും. പാവം ശക്തനാ. ഒറ്റ വെട്ടിന് കൂറ്റൻ കായക്കുല കയ്യിൽ. വർഗീസിൻ്റെ എല്ലാ ചലനങ്ങളും ലൂസിക്ക് ഇഷ്ടമായി. ഇടയ്ക്ക് ഏണിയുടെ മീതെ നിന്ന് ബീഡി വലിക്കുന്നത് അടക്കം ഇഷ്ടമായി. ലോകാവസാനം വരെ അയാൾ വാഴക്കുലകൾ വെട്ടിക്കൊണ്ടിരിക്കട്ടെ. ലൂസി നോക്കി നിൽക്കും. വെയിലുകൊണ്ട് മടുത്തപ്പോൾ ബ്രിജിത്ത അകത്തേക്ക് കയറിപ്പോന്നു. ബ്രിജിത്തയുടെ 2 കവിളും റോസാപ്പൂ പോലെ ചുവന്നിരുന്നു. എന്തൊരു ഉഷ്ണാണുപ്പാ എന്ന് പാരാതി പറഞ്ഞുകൊണ്ട് മൺകലത്തിൽ വെച്ച വെള്ളം കുറേ മുക്കി കുടിച്ചു ബ്രിജിത്ത. വർഗീസിനെ നോക്കി നിൽക്കലല്ല എൻ്റെ പണി എന്ന മട്ടിൽ ലൂസി തിരക്കിട്ട് പാത്രം മോറാൻ തുടങ്ങി. പാച്ചളം കുടിച്ചാലൊന്നും ദാഹം പോവില്ല. ചൂടുള്ള കഞ്ഞിവെള്ളമുണ്ടീ. ബ്രിജിത്ത കുറേ കഞ്ഞിവെള്ളവും മുക്കി കുടിച്ചു. റോസാപ്പൂക്കൾ ഒന്നും കൂടി ചോന്നു. വിയർത്ത് കുളിച്ച് അവശയായി ബ്രിജിത്ത അകത്തേക്ക് കയറിപ്പോയി. ചൂരൽ മെടഞ്ഞ ചാരു കസേരയിലേക്ക് ചെരിഞ്ഞിട്ട് തള്ള കൽപ്പിച്ചു. ആ ഫാനിടടി. ലൂസി ഫാനിട്ട് കൊടുത്തു. കർട്ടനുകൾ വലിച്ചിട്ടു. രാമച്ചക്കലത്തിൽ വെള്ളമൊഴിച്ചു. നരകത്തിന് സ്വർഗത്തിലേക്ക് കയറിയോണുണ്ട് ഇപ്പോൾ. ബ്രിജിത്ത കണ്ണടച്ചു. എന്തൊരു വെയിൽ. ലൂസി നരകത്തിലേക്ക് നോക്കി. തീയാളുന്നു. വാഴച്ചാമ്പലയ്ക്ക് തീ പിടിച്ചിരിക്കുമെന്ന് ലൂസിക്ക് തോന്നി. അവൾ വലിയൊരു ചരുവത്തിൽ കഞ്ഞിവെള്ളം പകർന്നു. അടുക്കളവാതിൽ ചാരി ചരുവം എടുത്തുകൊണ്ട് നരകത്തിലേക്ക് ഇറങ്ങി. മുരിങ്ങ മരങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നിമിഷം ലൂസി തിരിഞ്ഞു നോക്കി. ബ്രിജിത്ത സ്വർഗത്തിൽ നിന്ന് എണീറ്റ് പോരണുണ്ടോ? ആളുകൾ പറഞ്ഞു. നീ പൊക്കോടി ലൂസിയെ, തള്ളനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ചിരിച്ചുകൊണ്ട് ലൂസി വാഴത്തോപ്പിലേക്ക് നടന്നു. വാഴക്കോലായിലൂടെ നടക്കുമ്പോൾ ലൂസിയുടെ മേല് വിറച്ചു. കഴുത്തിൽ വെട്ടേറ്റ വാഴകൾ, കണ്ടം തുണ്ടം വെട്ടിയിട്ട വാഴക്കൈകൾ, ചവിട്ടി ഒടിച്ചിട്ട പിണ്ടി, വെയിലിൽ വെന്ത വാഴപ്പോളകൾ, കിലുക്കം നിലച്ച വാഴച്ചമ്മല, മുറിവായിൽ നിന്ന് കണ്ണീർ കുതിക്കുന്ന അമ്മ വാഴകൾ, ചുട്ടുപൊടിഞ്ഞ മണ്ണിൽ ചെരിഞ്ഞു കിടക്കുന്ന വാഴക്കുലകൾ, തണ്ടിൽ നിന്ന് കിനിയുന്ന കറയിൽ കുതിരുന്ന മണ്ണ്. വാഴകൾക്കിടയിലൂടെ നടക്കുമ്പോൾ ലൂസിക്ക് ആദ്യമായിട്ട് കാല് കഴിച്ചു. കഞ്ഞളം വേണ. ചെരുവം നീട്ടിക്കൊണ്ട് ലൂസി ഏണിച്ചോട്ടിൽ നിന്നു. വർഗീസും കൂട്ടുകാരനും തിരിഞ്ഞു നോക്കി. ലൂസിയെ കണ്ട് അവർ അമ്പരന്നു. ഒരു പെൺകുട്ടിയോ? ഇത് എവിടുന്ന് പൊട്ടി വീണേ? വർഗീസ് ഏണിയിൽ നിന്ന് ചാടി ഇറങ്ങി. ആ ചാട്ടം ലൂസിക്ക് ഇഷ്ടപ്പെട്ടു. വർഗീസ് വിയർത്തൊലിക്കുന്നു. പുളിയുറുമ്പിൻ്റെ മണമാണ് വിയർപ്പിന്. ചെറിയൊരു കാറ്റിൽ ലൂസിക്ക് അത് കിട്ടി. ചൂട്ടഴിക്കുള്ളിൽ കൂടെ കാണുന്നതിനേക്കാൾ സുന്ദരനാണ് വർഗീസ്. അവിടെ നിന്നിട്ട് നോക്കിയപ്പോൾ ഇരുനിറാർന്നു. ഇപ്പോൾ നല്ല ചുണയുള്ള ഒരു തരം നിറം. വെളുപ്പല്ല, ഇരുനിറമല്ല, പിന്നെ എന്തിട്ടാ ഈ നിറം?
ശരിക്കാ പറഞ്ഞ പുളിയുറുമ്പിൻ്റെ നിറം. പുളിയുറുമ്പിൻ്റെ നിറവും പുളിയുറുമ്പിൻ്റെ ശൂരും പുളിയുറുമ്പിൻ്റെ പോലെ കടിക്കാവോ? ലൂസി ചിരിയമർത്തി. വർഗീസ് പരിഭ്രമത്തോടെ ചരുവത്തിന് കൈ നീട്ടി. വിയർപ്പിൽ കുതിർന്നു കിടക്കുന്ന സ്വർണ്ണമാല തിളങ്ങി. ആണുങ്ങൾക്ക് സ്വർണ്ണമാല ചേരില്ല, ലൂസിക്ക് തോന്നി. പെണ്ണുങ്ങൾക്ക് ഇട്ട് ശീലായാൽ ചേരും. ശീലായില്ലെങ്കിലും ഒന്നും തോന്നില്ല. ഇപ്പോൾ ലൂസിയുടെ കാത് കുത്തിയിട്ടില്ലല്ലോ, കഴുത്തും ഒഴുക്കനെ കിടക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും. ഞാനാണ് വർഗീസ്, ഈ കായ കച്ചവടം ചെയ്ത ആളാ. പൂച്ചട്ടിയിലാ വീട്. ഇവിടുത്തെ അമ്മാമ്മ എൻ്റെ അപ്പാപ്പനെയും അപ്പനെയും ഒക്കെ അറിയും. അപ്പനും അപ്പാപ്പനും ഒക്കെ മരിച്ചു. ഇപ്പോൾ തറവാട് നിലനിർത്താൻ ഞാൻ മാത്രമാണ്. ലൂസി ഇടവിട്ടു. എനിക്കറിയാം, ഒറ്റാന്തടിയല്ലേ. വർഗീസിന് ആകെ അത്ഭുതമായി. അപ്പോഴേക്കും കായ വെട്ടുകാരൻ അടുത്തേക്ക് വന്നു. ഇവിടുത്തെ പണിക്കാരത്തിയാ? വർഗീസ് ചോദിച്ചു. ഒന്ന് പതറിയെങ്കിലും ലൂസി അതെ എന്ന് തലയാട്ടി. വർഗീസ് ഒറ്റ വലിക്ക് ചെരുവത്തിലെ വെള്ളം മുഴുവൻ കുടിച്ചു. ഇനിയും വേണോ? ലൂസി ചോദിച്ചു. വേണം. ലൂസിയെ ഉറ്റുനോക്കിക്കൊണ്ടാണ് വർഗീസ് മറുപടി പറഞ്ഞത്. കാറ്റ് വീശുമ്പോൾ മെല്ലെ ഇലകൾ കൊഴിയുന്നത് പോലെയാണ് ലൂസിക്ക് ആ നോട്ടം അനുഭവപ്പെട്ടത്. വർഗീസിൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് ഒരു വിയർപ്പ് തുള്ളി ഇറ്റു വീഴാൻ കാത്തു നിൽക്കുന്നു. ലൂസിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നുവെങ്കിൽ ചൂണ്ടുവിരലിൻ്റെ തുമ്പത്ത് ആ വിയർപ്പ് തുള്ളി തൊട്ടെടുത്ത് കുറേ നേരം കൊണ്ടു നടന്നേനെ. എന്താണ്ടാ വർഗീസ, എത്ര ദാഹം? കൂടെയുള്ളവൻ ഒരു വീടി കത്തിച്ച് വലിച്ചുകൊണ്ട് ലൂസിയെ നോക്കി ചോദിച്ചു. ചെരുവം വാങ്ങി ലൂസി തിരിച്ചു നടന്നു. കായ വെട്ടുകാരൻ വർഗീസിനോട് അടക്കി പിടിച്ചു പറയുന്നത് ലൂസി കേട്ടു. പണിക്കാരത്തി ഒന്നും അല്ലടാ, ആ തള്ളേരെ ശേഷത്തിലുള്ളതാണ്. ഇനിയിപ്പോൾ പണിക്കാരത്തി ആണെങ്കിൽ എന്നെ എന്തൂട്ടണ്, നല്ലോണം പണിയെടുത്തിട്ടാ ജീവിക്കണേ, അറിയോ? വാഴക്കൊല വെട്ടലും കായക്കച്ചവടവും മാത്രമാണ് പണി, അല്ല പിന്നെ. ലൂസി ദേഷ്യപ്പെട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കി. രണ്ടാൾ ലൂസിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇനി നിങ്ങൾക്ക് കഞ്ഞിവെള്ളമില്ല. ലൂസി നടന്നുപോയി. 50 കുല വെട്ടിത്തീരുന്നതിനിടയ്ക്ക് 50 പ്രാവശ്യം വർഗീസ് കഞ്ഞിവെള്ളം ചോദിച്ചു വന്നു. ഇത് ദാഹമല്ല, ലൂസിക്ക് മനസ്സിലാവുന്നുണ്ട്. വർഗീസിൻ്റെ നോട്ടത്തിലെ മൂർച്ചയും തളർച്ചയും കണ്ടാലറിയാം. അതേ മൂർച്ചയുള്ള നോട്ടം ലൂസി തിരിച്ചു നോക്കി. അതേ തളർച്ച അവളും തളർന്നു. ചരുവം തിരിച്ചു വാങ്ങുമ്പോൾ ഒരു തവണ ലൂസി ഓർമ്മിപ്പിച്ചു. പശുവിന് കൊടുക്കാനുള്ള കഞ്ഞിവെള്ളാട്ടാ. വർഗീസ് ഒരൊറ്റ ചിരി. ആമുട്ട് പൊട്ടിയ വിസ്മയമാണ് ലൂസിക്കുണ്ടായത്. പറഞ്ഞതൊക്കെ ആ നിമിഷം ലൂസി തിരിച്ചെടുത്തു. കണ്ണ് മുഴുവൻ വിടർത്തി അവൾ വർഗീസിൻ്റെ ചിരി തന്നെ നോക്കി നിന്നു. എന്തുട്ടാ പേര്? വർഗീസ് ചോദിച്ചു. ലൂസി പേര് പറഞ്ഞില്ല. അവൾ തിരിഞ്ഞു നടന്നു. വർഗീസ് വിളിച്ചു. ലൂസി നിന്നു. വർഗീസ് തൊട്ടു പിന്നിൽ വന്നു നിന്നത് അവൾ അറിഞ്ഞു. പ്രപഞ്ചം മുഴുവൻ പുളിയുറുമ്പിൻ്റെ മണത്തിൽ മുങ്ങിപ്പോയി. ലൂസി കടുത്ത ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നിന്നു. നാണ, പ്രേമ, ചമ്മല, പേടിയാ, എന്തുട്ടാ വർഗീസിൻ്റെ മുഖത്ത്? എന്തോ? ലൂസിക്ക് സങ്കടം വന്നു. നെഞ്ചു വീങ്ങി, കണ്ണു നിറഞ്ഞു, തൊണ്ട പൊട്ടി. വന്ന കരച്ചിലിനെ ലൂസി അമർത്തി പിടിച്ചു. വർഗീസ് ലൂസിയുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു. അറിയാതെ ലൂസിയും വർഗീസിൻ്റെ അടുത്തേക്ക് നീങ്ങി. വർഗീസ് ലൂസിയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ലൂസിയും വർഗീസിൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ലൂസിക്ക് മാത്രം കേൾക്കാവുന്ന മയക്കത്തിൻ്റെ ഒച്ചയിൽ വർഗീസ് ചോദിച്ചു, റഷ്യ? ലൂസി മറുപടി പറഞ്ഞില്ല. രണ്ടാളും നിന്നിടത്തു നിന്ന് ഇളകിയുമില്ല. മന്ദമാരുതൻ 5-6 തവണ അതിലെയും ഇതിലെയും വീശി നോക്കി. ലൂസിയെ ബ്രിജിത്തോട് പറഞ്ഞ് കൊടുക്കൂട്ടാ. ലൂസിയുടെ മുടി മുഴുവൻ പറന്നു. എന്തോ ഒരു വ്യസനം നെഞ്ചിൽ കുടുങ്ങിയതുപോലെ വർഗീസ് അവളെ നോക്കി. പോട്ടെ, അവൻ ചോദിച്ചു. ലൂസി സമ്മതിച്ചു. ലഹള നടന്ന സ്ഥലം പോലെ തലങ്ങും വിലങ്ങും അരിഞ്ഞു കൂട്ടിയ വാഴകൾക്കിടയിലൂടെ വർഗീസ് നടന്നു പോകുന്നതും നോക്കി ലൂസി അവിടെ തന്നെ നിന്നു. ജീവിതത്തിൽ ഒരിക്കലും ഇത്ര വ്യസനം ലൂസി അറിഞ്ഞിട്ടില്ല. ചായുന്ന വെയിലിൻ്റെ കിരണങ്ങൾക്കിടയിലൂടെ അവൻ നടന്നു പോകുന്നു. അവൾ അകത്തു കയറി കതകടച്ചു. ഇല്ല, ഇനി ഇവിടെ ആർക്കും കഞ്ഞിവെള്ളമില്ല. വരണോർക്കും പോണോർക്കും കഞ്ഞി വീട്ടിന്ന് ഇരിക്കുകയല്ലേ ഞാൻ. 102 വയസ്സ് വരെ വീഴ്ചീത്ത ജീവിക്കും. അതുവരെ വെച്ചും വിളമ്പിയും തേച്ചും കുളിപ്പിച്ചും ഞാനും ഉണ്ടാവും അടുക്കളയുടെ മുക്കിൽ. ഒരു ഉരലിൻ്റെ മുകളിലിരുന്ന് ലൂസി കരഞ്ഞു. എത്ര തള്ളി പറഞ്ഞാലും പദമുള്ള ഒരു ചോദ്യത്തിനും ഉത്തരത്തിനും ഇടയിൽ വർഗീസിനും തനിക്കും ബന്ധം
വന്നുപോയത് അവൾക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. വർഗീസ് എൻ്റെയാണ്. ലൂസി കരഞ്ഞു. എങ്ങനെ നോക്കിയാലും വർഗീസിന് ലാഭം കിട്ടുമെന്ന് ബ്രിജിത്ത പറയുന്നത് കേൾക്കും വരെ ലൂസി കരഞ്ഞു. ഉറക്കമെണീറ്റ് ഉമ്മറത്തെ വരാന്തയിൽ ചൂരൽ കസേരയിൽ ഇരിക്കുകയാണ് ബ്രിജിത്ത. ലൂസി ഉരലിൻ്റെ മുകളിൽ നിന്ന് എണീറ്റില്ല. ചുട്ടഴിയിലൂടെ നോക്കിയുമില്ല. വാഴക്കുലകൾ കയറ്റിക്കൊണ്ടുപോകാൻ വന്ന വണ്ടിയുടെ ഇരമ്പൽ കേട്ടിട്ടും അനങ്ങിയില്ല. 1 2 2 2 വാഴക്കുലകൾ എണ്ണുമ്പോൾ വർഗീസിൻ്റെ ഒച്ചയ്ക്ക് അത്ര വലിയ പദമൊന്നും കണ്ടില്ല. കാശ് കിലുങ്ങും പോലെ അവൻ ചിരിച്ചു. ചിരിച്ച ചിരിയും അവൾക്ക് ഇഷ്ടമായില്ല. ലൂസി ഒരു ചൂലെടുത്ത് വലിച്ചെറിഞ്ഞു. പാതിയമ്പുറത്തിൻ്റെ തിണ്ടിൽ തട്ടി. പാവം, അത് താഴെ വീണ് ചിതറി. ഇത്തിരി വെള്ളം വേണമല്ലോ. വർഗീസാണ്. ലൂസി അനങ്ങിയില്ല. അപ്പോഴേ കേട്ടില്ലേ, ഇത്തിരി വെള്ളം. ഇത്തവണ ഒച്ച കുറെ ഉറക്കെയാണ്. ആ കയറ്റിന്ന് കോരി കുടിക്കണ പാട്ടയും കയറും കയറ്റിയാലും തന്നെ ഉണ്ട്. നല്ല ചക്കര വെള്ളം പോലത്തെ വെള്ള കോരിയാ കുടിച്ചോ? ഒരു ചീത്തയാണ്. അല്ല, കഞ്ഞള്ളം. കഞ്ഞള്ളമൊക്കെ പശുവിന് കൊടുത്തിട്ടുണ്ടാവും. കുറച്ചു നേരത്തേക്ക് ഒച്ചയും അനക്കവും ഒന്നും കേട്ടില്ല. പിന്നെ വെള്ളം കോരുന്ന തുടിയുടെ കടകട ശബ്ദം ലൂസി കേട്ടു. ഞാൻ പൂണട്ടാ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതും കേട്ടു. ആയിക്കോട്ടെ, ലൂസി വിചാരിച്ചു. ആയിക്കോട്ടേക്ക് എത്ര വാലുണ്ട് എന്ന് വർഗീസ് തിരിച്ച് ചോദിക്കില്ല. അത് കേട്ട് ലൂസി ചിരിക്കില്ല. അങ്ങനെയാണ് ഓരോന്ന് മുളയിലെ നുള്ളിക്കളയുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. വേണമെങ്കിൽ ലൂസിക്ക് ചൂട്ടഴിയിലൂടെ നോക്കാം. ഡബിൾ മുണ്ടും കള്ളി ഷർട്ടും സ്വർണ്ണ ചെയിനുമായി വർഗീസിനെ കാണാം. നനഞ്ഞ കൈകൾ കൊണ്ട് മുടി ഒതുക്കി അവൻ ചുറ്റിപ്പറ്റി നിൽക്കുകയാവും. വേണ്ട, അത്രയ്ക്കൊക്കെ നോക്കാൻ വർഗീസ് ആരാണ്? പണ്ടെന്നോ ഇവിടുന്ന് കുറ്റിയും പറിച്ചു പോയവൻ. ലൂസിക്കറിയാത്ത ഏതോ നാട്ടിൽ ഒറ്റമരത്തിൽ കുരങ്ങായി ജീവിക്കുന്നവൻ. എന്താണ്ടാ വർഗീസേ, ദാഹം മാറിയില്ലേ? കായ വെട്ടുകാരൻ അർത്ഥം വെച്ച് ചോദിക്കുന്നത് കേട്ടു. അതൊന്നല്ല. ഒടിയൻ്റെ മുമ്പിൽ മായം തിരിയണ്ടാ. നമ്മളും ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് വലുതായതണേ. തൽക്കാലം നീ വാ, വഴിയിൽ നിന്ന് സോഡ മേടിച്ച് കുടിക്കാം. പിന്നെ ലൂസി ഒന്നും കേട്ടില്ല. പോയോ? നോക്കണോ? പോകുന്ന കാഴ്ച കാണണോ? ലൂസി അനങ്ങിയില്ല. ശരി, എൻ്റെ കൈ കൊണ്ടൊരു കച്ചവടം നടത്തിയിട്ട് നിനക്ക് നഷ്ടം ഉണ്ടാവില്ല. ധൈര്യമായിട്ട് പോ, ബ്രിജിത്ത പറയുന്നു. വണ്ടി പോകുന്ന വച്ച ലൂസി കേട്ടു. പോട്ടെ. വാഴക്കാലയിൽ ലൂസിക്ക് ഒരുപാട് പണിയുണ്ടായിരുന്നു. പച്ചയിലകളുള്ള വാഴക്കൈകൾ വാരിയെടുത്ത് തൊഴുത്തിലും ആട്ടിൻകൂട്ടിലും കൊണ്ടിട്ടു. 4-5 ദിവസം കൂട്ടാൻ വയ്ക്കാനുള്ള ഉണ്ണിപ്പിണ്ടി പൊളിച്ചെടുത്തു. വാഴവള്ളിക്കുള്ള പോളകൾ വെയിലത്തിട്ടു. വാടാത്ത പോളകൾ വാരി തൊഴുത്തിൻ്റെ പിന്നിൽ തണലത്തിട്ടു. നാളെ പശുക്കൾക്ക് കൊടുക്കാം. വെയിലാറുന്നത് വരെ ലൂസി പണിയെടുത്തു. വാഴക്കാല വെടിപ്പായി. വാഴച്ചമ്മലകൾ ചെറിയ ചെറിയ കുന്നുകൾ പോലെ ലൂസി അങ്ങിങ്ങ് അടിച്ചുകൂട്ടിയിരുന്നു. വിഷാദത്തിൻ്റെ വരവ് ലൂസി അറിഞ്ഞു. സൂര്യൻ അസ്തമിച്ചിരുന്നു. ലൂസി ചമ്മലക്കൂട്ടങ്ങൾക്ക് തീയിട്ടു. ഇന്നലെ വരെ ആർത്ത് വളരുകയായിരുന്ന പച്ചപ്പിൻ്റെ സ്ഥാനത്ത് അങ്ങിങ്ങായ ആളിക്കത്തുന്ന ചമ്മലക്കൂട്ടങ്ങൾ മാത്രം. ചെറിയ കാറ്റിൽ തീനാളങ്ങൾ ലൂസിയുടെ മേലേക്ക് ചാഞ്ഞു വന്നു. ഇരുട്ടായിട്ടും ലൂസി വാഴക്കാലയിൽ നിന്ന് തീ കത്തി അമർന്നിരുന്നു. ഇപ്പോൾ അങ്ങിങ്ങ് കുടികിടക്കുന്ന ചാരക്കൂനകൾ മാത്രം. ചെറിയൊരു കാറ്റടിച്ചാൽ ചാരം പൊങ്ങിപ്പറക്കും. അവിടെ തന്നെ അമർന്നടി നിലാവുദിച്ചു. ചാരത്തിൻ്റെ നിറം വേറെയായി. ലൂസിയെ വിളിച്ച് ബ്രിജിത്തയുടെ തൊണ്ട പൊട്ടി. തട്ടിപ്പിടിച്ച് ബ്രിജിത്ത അടുക്കളവാതിൽ വരാന്തയിലേക്ക് വന്നു. ദൂരെ നിലാവിൽ ചാരക്കൂനകൾക്ക് നടുവിൽ നിൽക്കുന്ന ലൂസിയെ കണ്ടപ്പോൾ എന്തു കണ്ടോ? ബ്രിജിത്തയ്ക്കും ചെറിയൊരു വിഷാദം തോന്നി. എന്തൂട്ട് തേങ്ങയ്ക്കണ്ടേ നീ അവിടെ എങ്ങനെ നിൽക്കണേ? ഇങ്ങോട്ട് കയറി വാടി, ബ്രിജിത്ത വിളിച്ചു പറഞ്ഞു. ലൂസി തിരിച്ചു പോന്നു. ഉറങ്ങാൻ കിടക്കുമ്പോഴും നിലാവിൻ്റെ തിളങ്ങുന്ന ചാരക്കൂനകളുടെ കാഴ്ച ലൂസിയുടെ കണ്ണിൽ നിന്ന് പോയില്ല. ബ്രിജിത്തയുടെ കൂർക്കമ്മലികൾ കേട്ടുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും അവൾ കിടന്നു. കാൽവണ്ണയിൽ എന്തോ അരിക്കുന്നു എന്ന തോന്നലോടെയാണ് ലൂസി ഞെട്ടി ഉണർന്നത്. വീടാകെ പുളിയുറുമ്പിൻ്റെ മണം. ലൂസി ശ്വാസം പിടിച്ചു കിടന്നു. കാൽവണ്ണയിൽ അരിച്ചു നടക്കുന്നത് ഒരു പുളിയുറുമ്പാണോ? അവൾ അനങ്ങിയില്ല. അനങ്ങിയാൽ ഇറുക്കും. വേർപ്പെടുത്താൻ വിഷമിക്കും. അസ്വസ്ഥത, പേടി, ഇക്കിളി മുട്ടിനു മീതെ കൂടി തുടകളിലേക്ക് അരിച്ചു കയറുന്നു. അനങ്ങിയാൽ മരണം നിശ്ചയമാണെന്ന പോലെ ലൂസി കിടന്നു. തുടകളിൽ നിന്ന് അടിവയറ്റിലേക്ക് ലൂസി വെറുങ്ങലിച്ചു പോയി.
തൻ്റെ ദേഹം ഇത്രത്തോളം ഭംഗിയുള്ളതും ഇത്രത്തോളം മൃദുലവുമാണെന്ന് ലൂസി അറിഞ്ഞതങ്ങനെയാണ്. പിറ്റേന്നു രാവിലെ നെറ്റിയുടെ ഒത്ത നടുവിൽ അതിമനോഹരമായ ഒരു ചെറിയ കുഴി കണ്ട് ബ്രിജീത്ത ചോദിച്ചു, ഇതെന്താണ്ടേ? പുളിയുറുമ്പിനെ വെച്ചുണ്ടാക്കിയതാ. ലൂസി പറഞ്ഞു. അതൊരു സൗന്ദര്യ ചിഹ്നമായിരുന്നു. ലൂസിക്ക് തീ പൊള്ളിയിട്ടുണ്ട്, മുറിവ് പറ്റിയിട്ടുണ്ട്, കടന്നൽ കുത്തിയിട്ടുണ്ട്. ആദ്യത്തെ നിമിഷം വേദന അറിയില്ല, ഒരമ്പലപ്പ് മാത്രം ഉണ്ടാവും. പിന്നെയാണ് വേദന വരിക, പടച്ചിലും. അതും ഇതുപോലെയായിരുന്നു. ഓർക്കാപ്പുറത്തായിരുന്നു ആ സാറ് 2 കൈകൊണ്ടു ലൂസിയുടെ മുഖം വലിച്ചടുപ്പിച്ചു. തുളഞ്ഞു കയറുന്ന പോലെ കണ്ണിലേക്ക് നോക്കി. ചുവരിലേക്ക് അമർത്തി മുഴുവൻ ദേഹം കൊണ്ടും ലൂസിയെ ഞെരിച്ചു. പൊള്ളുന്ന കൈകൊണ്ട് ലൂസിയുടെ മൂലകളെ അന്വേഷിച്ചു. ആക്രാന്തത്തോടെ ചുണ്ടിലേക്കടുത്തു. ആരോ വരുന്നുണ്ടെന്ന കാലർച്ച തോന്നിയതും ലൂസിയെ ഉന്തി മാറ്റി സാറ് സീറ്റിൽ പോയിരുന്നു. പുസ്തകം നിർത്തിവെച്ച് വായിക്കാൻ തുടങ്ങി. അമ്പലച്ച് വായ് പൊളിച്ച് ശ്വാസം കിട്ടാതെ വിഷമിച്ച് സ്റ്റാഫ് റൂമിൻ്റെ ചുവരിൽ പതിപ്പിച്ചു വെച്ച പോലെ ലൂസി നിന്നുപോയി. എന്തുട്ടാപ്പുണ്ടായേ? മേശവലിപ്പ് ഒച്ചയോടെ വലിച്ചു തുറന്നടച്ച് ഒരു പുസ്തകവും എടുത്ത് ലൂസിയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആ സാറ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കനത്ത ഷൂസുകൾക്കടിയിൽ മണൽ ഞെരിയുന്ന ഒച്ച ലൂസി കേട്ടു. അവൾക്ക് ഉറക്കെ കരയാൻ തോന്നി. ലൂസി മുഖത്ത് മാന്തി നോക്കി. തോന്നണതൊന്നുമല്ല, അവളുടെ വായിലേക്കാണ് അയാളുടെ ശ്വാസം കയറിയത്. മാങ്ങാച്ചൊന വീണ പോലെ വായ പൊള്ളി. വെങ്ങുന്ന കനലടുപ്പിൻ്റെ ചൂടും മുരൾച്ചയുമായിരുന്നു അയാൾക്ക്. ലൂസി വെന്തുപോയി. അയാൾ ഇറങ്ങിപ്പോയിട്ടും സ്റ്റാഫ് റൂമിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന അയാളുടെ ചൂരുകൾക്കും കിതപ്പുകൾക്കും ഉള്ളിലാണ് അവൾ ഇപ്പോഴും നിൽക്കുന്നത്. ലൂസി അറിയാതെ അവളുടെ കൈകൾ നെഞ്ചിലേക്കെത്തി. നിനക്ക് ഒരു ധാവണി ഒറ്റിയിട്ട് വന്നൂടെ? എല്ലാ ദിവസവും സുന്ദരി അവളെ വഴക്ക് പറയും. ഇങ്ങനെ ഒരക്രമം നടക്കുമെന്ന് ഈ നിമിഷം വരെ ലൂസി ചിന്തിച്ചിട്ടില്ല. ഒരുത്തിക്ക് വലിയ മുലകളുണ്ടെന്നത് വെച്ചിട്ട് കയറിയാ പിടിക്കണ്. ഇതെവിടത്തെ നീതിയാണിത്? നിനക്ക് ലോകം അറിയില്ല ലൂസിയെ. സുന്ദരി പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പോൾ തോന്നുന്നു. ലൂസിയുടെ കാറ്റിൽപ്പെട്ട ഒരു കടലാസു തുണ്ടുപോലെ ലൂസി ആ ക്യാമ്പസിനകത്ത് തട്ടിത്തിരിഞ്ഞു. താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ ലൂസിക്ക് തോന്നിയില്ല. ഇത് ലൂസിയല്ല, ലൂസിയേ അല്ല. കോളേജിൽ അന്ന് വരെ ലൂസി കണ്ടിട്ട് പോലുമില്ലാത്ത വഴികളിലൂടെ എവിടെയൊക്കെയോ അവൾ നടന്നുയിരുന്നു. ആലോചിക്കും തോറും അവൾക്ക് ഓക്കാനം വന്നു. ഓഡിറ്റോറിയത്തിൻ്റെ പിന്നിലെ കാട് പിടിച്ച ചവിട്ടുപടികളിൽ ഇരുന്ന് അവൾ ഛർദ്ദിക്കുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പച്ചകളുടെ ഒരു വലിയ മറവ് അവിടെ ഉണ്ടായിരുന്നു. പടികളിൽ തലവെച്ച് ലൂസി കിടന്നു. സുന്ദരി അവളെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? അവൾ അന്വേഷിച്ചു നടന്നു. അവസാനത്തെ പീരീഡ് വരെ ലൂസിയുടെ 200 പേജിൻ്റെ ചട്ടയില്ലാത്ത നോട്ട് ബുക്ക് ഡെസ്കിൻ്റെ മുകളിൽ കിടന്നു. വമ്പൻ ജനാലകളെ വിറപ്പിക്കുന്ന കാറ്റ് അതിൻ്റെ ഇതളുകളെ അടിച്ചു പതറിക്കൊണ്ടിരുന്നു, പറപ്പിച്ചുകൊണ്ടിരുന്നു. കാറ്റിൻ്റെ ചിറകുകൾ വിരുത്തി അത് ജാലകത്തിലൂടെ പറന്നു പോവുകയും ചെയ്തു. പെൺകുട്ടികളുടെ മൂത്രപ്പുരയിൽ വെച്ചാണ് സുന്ദരി ലൂസിയെ കണ്ടുപിടിച്ചത്. ലൂസി വായിൽ വിരലിട്ട് ഓക്കാനിക്കുകയായിരുന്നു. സുന്ദരി പേടിച്ചുപോയി. എന്തേ ലൂസിയെ? സുന്ദരി അവളുടെ പുറം തടവി കൊടുത്തു. ലൂസി ഒന്നും പറഞ്ഞില്ല. നീ എവിടേക്കാ പോയാർന്നേ? ലൂസി മിണ്ടിയില്ല. മിണ്ടിയാൽ കരയും. ഞാൻ എന്തോരം നോക്കിയെന്നറിയോ? ലൂസിയുടെ വിളർത്ത മുഖവും പാറിപ്പറന്ന തലമുടിയും ക്ഷീണിച്ച കണ്ണുകളും കണ്ട് സുന്ദരി സംശയത്തോടെ ചോദിച്ചു, നിനക്ക് മറ്റതാണ്? ഇങ്ങോട്ട് മറ്റത്? ലൂസിക്ക് ദേഷ്യം വന്നു. മറ്റത് എന്ന പ്രയോഗം ലൂസിക്ക് ഇഷ്ടമല്ല. പുറത്തായിന്നും പറഞ്ഞൂടാ. നിന്റെ വയ്യായ കണ്ടപ്പോൾ തോന്നിയതാണ്, സുന്ദരി സമാധാനിപ്പിച്ചു. എനിക്ക് മറ്റതും കിറ്റതും ഒന്നുമല്ല. പിന്നെ എന്തുട്ടാ നിനക്ക് പറ്റിയേ? ആൾപ്പൊക്കത്തിൽ വളർന്നു നിൽക്കുകയാണ് പുല്ലുകൾ. പുല്ലുകൾക്കിടയിൽ മിനുസപ്പറ്റ ഒറ്റയടിപ്പാതകൾ വെയിലാറുന്നു. പുല്ലുകൾക്കും ചെടികൾക്കും മരങ്ങൾക്കും കെട്ടിടങ്ങൾക്കും മനുഷ്യർക്കുമൊക്കെ പൊന്നിൻ്റെ നിറം. കാറ്റിനും പൊന്നിൻ്റെ നിറം. പുല്ലുകളും പാവാടകളും മുടിയിഴകളും കാറ്റിൻ്റെ വഴിയെ ചാഞ്ഞു പോകുന്നു. ലൂസി പറഞ്ഞു. ലൂസിയും സുന്ദരിയും പുല്ലുകൾക്കുള്ളിലൂടെ നടന്നു. ലൂസി ഓരോന്ന് പറയുമ്പോഴും അവളുടെ കൈത്തണ്ടമേലുള്ള സുന്ദരിയുടെ പിടി മുറുകിക്കൊണ്ടിരുന്നു. ലൂസി പറഞ്ഞു നിർത്തിയതും സുന്ദരി വിറച്ചുകൊണ്ട് ആ സാറിനെ തെറി വിളിച്ചു. പാട്ടി.
ഒറ്റയടിപ്പാത വിട്ട് പുല്ലുകൾ ചവിട്ടി മരിച്ചുകൊണ്ട് ലൂസി ഓടിപ്പോയി. പുല്ലുകൾക്കുള്ളിൽ അവളുടെ വെള്ളപ്പാവാട മറയുകയും തെളിയുകയും ചെയ്യുന്നത് നോക്കി സുന്ദരി നിന്നു. പിന്നെ അവൾ കണ്ണിൽ നിന്നു മറഞ്ഞു. നീണ്ട തലമുടിയുടെ ഒരറ്റം മാത്രം കണ്ണിൽ തങ്ങി നിന്നു. പഴയ പത്രങ്ങൾ മറിച്ചു നോക്കും. ഒരു രാജേശ്വരിയെ കാണാം. വാർത്തകളും ഫീച്ചറുകളും പടങ്ങളും ഉണ്ട്. അന്നൊന്നും മാഷന്മാർ പെൺവാണിഭം നടത്തി തുടങ്ങിയിട്ടില്ല. ആത്മഹത്യകളും ചപ്പുചവറും പോലെ ആയിട്ടില്ല. രാത്രി കിണറ്റുകരയിലെ മേൽക്കൂരയില്ലാത്ത കുളിമുറിയിൽ നിലാവെളിച്ചത്തിൽ കുളിക്കുമ്പോൾ ഇടത്തെ മൂലയിൽ പൊള്ളി കരുവാളിച്ചു കിടക്കുന്ന ഒരു വിരലടയാളം കണ്ട് ലൂസി തരിച്ചു നിന്നു. തട്ടുംപുറത്തെ പ്രമാണങ്ങളിൽ കാണുന്നത് പോലെ ഒരു വിരലൊപ്പ്. ലൂസി സോപ്പിട്ട് കഴുകി നോക്കി. ചകിരി കൊണ്ട് ഉരച്ചു നഖം കൊണ്ട് നുള്ളിക്കളയാൻ നോക്കി. എത്ര പാട്ട വെള്ളമാണ് കോരി ഒഴിച്ചത്. ഈരിഴ തോർത്തുകൊണ്ട് എത്രയാണ് അമർത്തി തുടച്ചത്. ലൂസിയെ പരിഭ്രമിച്ചുകൊണ്ട് നിലാവിൽ തിളങ്ങുന്നു വൃത്തികെട്ട ഒരു വിരലൊപ്പ്. ജീവിതകാലം മുഴുവനും ഈ ചാപ്പകുത്തുമായി ജീവിക്കേണ്ടി വരുമോ? ലൂസി തളർന്നുപോയി. അവൾക്ക് എടുത്തതും പിടിച്ചതും തെറ്റി. ബ്രിജിത്തയ്ക്ക് വെള്ളം ചൂടാക്കുന്ന വലിയ ചെമ്പ് അവളുടെ കയ്യിൽ നിന്ന് വഴുതി വീണു. വീട് ചിലമ്പി തെറുക്കുന്ന ഒച്ചയോടെ അത് ഉരുണ്ടുപോയി. ലൂസി പിന്നാലെ ചെന്ന് പിടിച്ചെടുത്തു. എൻ്റെ ചെമ്പിൻ്റെ പണി കഴിച്ചറേ എന്നും ചോദിച്ച് ബ്രിജീത്ത പാഞ്ഞു വന്നു. ചെമ്പിൻ്റെ പള്ള നല്ലപോലെ ഞൊടുങ്ങിയിരുന്നു. ഭൂമി മലയാളത്തിൽ ഇനി ഇതുപോലെ ഒരു ചെമ്പില്ല. ലൂസി നശിപ്പിക്കാത്ത ഒരു സാധനവും ഈ വീട്ടിലില്ല. ഇതൊന്നും ലൂസിയുടെ അപ്പൻ തെണ്ടിച്ചുണ്ടാക്കിയതല്ല, ബ്രിജീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. ഇരുമ്പ് ചുറ്റിക എടുത്ത് ലൂസി ചെമ്പിൻ്റെ ഞെളുക്കം തീർക്കാൻ തുടങ്ങി. ചുറ്റിക കൊണ്ട് തട്ടുമ്പോൾ വായിൽ മാങ്ങാച്ചുന തേട്ടി വന്നു. ഇരുമ്പ് ചുറ്റിക കൊണ്ട്, ഇരുമ്പ് ചുറ്റിക, ചുറ്റിക, ചുറ്റിക കൊണ്ട്. ആ ചെമ്പ് തല്ലി പൊളിക്കല്ലറേ. ബ്രിജീത്തയുടെ വടി ലൂസിയുടെ നടുമ്പുറത്ത് വീണു. ഞെട്ടി നിലവിളിച്ചുകൊണ്ട് ലൂസി ചാടി എണീറ്റു. ബ്രിജീത്ത പേടിച്ചുപോയി. എത്ര വലിയ തല്ലുകൊണ്ടാലും മിണ്ടാത്ത പെണ്ണാണ്. പെണ്ണിൻ്റെ മർമ്മത്ത് തല്ലുകൊണ്ടോ? ലൂസി ഒന്നും മിണ്ടാതെ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. ഉറങ്ങാൻ കിടക്കുമ്പോൾ ലൂസിക്ക് ശ്വാസം മുട്ടി. ദേഹമാകെ വേദനിക്കുന്നു. കണ്ണുകൾ പൊങ്ങുന്നു. നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്ന വിരലടയാളം ഒരു കരിങ്കല്ലിൻ്റെ തുണ്ടുപോലെ കനമുള്ളതാകുന്നു. ലൂസി എണീറ്റിരുന്നു. പിന്നെയും കിടന്നു. തിരിഞ്ഞും മറിഞ്ഞും കണ്ണടച്ചും എരിപൊരി സഞ്ചാരം. ഓർമ്മകൾ ഒരാളലോടെ പൊന്തി വരുന്നു. ലൂസിയോട് ആർക്കും എന്തും ചെയ്യാമെന്നാണോ? ഇല്ലാത്ത വലിയൊരു കരച്ചിൽ പൊട്ടിത്തെറിച്ചു. ലൂസി കൈ കൂപ്പിക്കിടന്നു. ലൂസിയുടെ കരച്ചിൽ കാറ്റൂതുന്നത് പോലെ ആയിരുന്നു. ചുറ്റിപ്പിടിച്ച് ഞെരിച്ചൊടിച്ച് കടപുഴക്കി വലിച്ചെറിഞ്ഞ് കരച്ചിൽ കടന്നുപോയി. അവസാനം തേങ്ങുമ്പോൾ ലൂസി കണ്ടു. അവൾ ജനാലപ്പടിമേൽ മുഖം വെച്ച് നിലത്തിരിക്കുകയാണ്. പുറത്ത് നിലാവുണ്ട്. തേപ്പുകൾ വേർപെട്ട ഒരു പാവയെ പോലെ ശരീരം തകർന്നു പോയിരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. നെഞ്ചിൽ ഒരലക്കുകല്ല് എടുത്തു വെച്ചതുപോലെ. ഇതിറക്കി വെക്കണം. ലൂസി കിടക്കപ്പായിൽ വന്നിരുന്നു. കണ്ണടച്ച് മുട്ടുകുത്തി നിന്ന് അവൾ പ്രാർത്ഥിച്ചു, സമാധാനം തരണേ. ബ്രിജീത്തയ്ക്കും അത് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ഈശോ രക്ഷിക്ക എന്ന് നെടുവീർപ്പിട്ട് പലതവണയായി ബ്രിജീത്ത തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നു. ഒരുപാട് ആലോചിച്ച ശേഷം ലൂസി തീരുമാനിച്ചത് ചീഞ്ഞത് ഛേദിക്കണം. ഞാൻ ഈ കോളേജിലേക്ക് പോണില്ല എളേമേ. ഒച്ച താഴ്ത്തി ലൂസി പറഞ്ഞു. ബ്രിജീത്തയുടെ വേദനിക്കുന്ന കാലുകൾ മെല്ലെ അവൾ തടവിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നീയാ പഠിച്ച് വക്കീലായിട്ട് വേണ്ടേ എൻ്റെ കേസ് വാദിക്കാൻ. മിണ്ടാണ്ട് കിടന്നുറങ്ങടി. ലൂസി നെടുവീർപ്പിട്ടു. തണുത്ത കാറ്റ് വീശി തുടങ്ങി. ലൂസിയുടെ ശരീരത്തിൻ്റെ ചൂടാറി. മുരിങ്ങ മരത്തിൻ്റെ ഇലകൾ കൊഴിയുന്ന ഒച്ച ഒരുപാട് കാലത്തിനു ശേഷം കേട്ടു. എന്തൊരാശ്വാസം. രാവിലെ അവൾ ബോധം കെട്ടുറങ്ങുകയായിരുന്നു. ബ്രിജീത്തയ്ക്ക് വടി കൊണ്ട് കുത്തി ഉണർത്തേണ്ടി വന്നു. ഉറക്കച്ചടവോടെ വന്ന് കോഴിക്കോട് തുറന്ന ലൂസിക്ക് അതിശയം തോന്നി. കോളേജിൽ പോക്ക് തുടങ്ങിയതിൽ പിന്നെ ലൂസി ഒരോളത്തിലായിരുന്നല്ലോ. കോഴിക്കോട് തുറക്കുമ്പോൾ ശ്രദ്ധിക്കാറില്ല. സ്നേഹിച്ചൊരു വാക്ക് പറയാറില്ല. പോ പോ പോ. ലൂസി കൊത്തിയാട്ടാറാണ് പതിവ്. എന്നിട്ട് വേണമെങ്കിൽ തിന്നോ എന്ന മട്ടിൽ തീറ്റപാത്രം കൊണ്ടുവച്ചിട്ട് ഓടും. എനിക്കൊന്നിനും നേരമില്ല. ഇപ്പോൾ ലൂസിയുടെ മുന്നിൽ ഇഷ്ടം പോലെ നേരം കിടക്കുന്നു. ബബ്ബ ബബ്ബ. ലൂസി സ്നേഹത്തോടെ വിളിച്ചു.
കോഴികൾ അവളെ ശ്രദ്ധിച്ചില്ല. ലൂസി മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. സ്ഥിരപാത്രവുമായി ക്ഷണിച്ചു. അവരത് മറന്നുപോയി. 1 കൊല്ലം 7 മാസം 12 ദിവസത്തെ ഓളത്തിൽ ഒലിച്ചു പോകുന്ന ശീലമാണോ അത്? ലൂസിക്ക് സങ്കടം വന്നു. കൈവെള്ളയിൽ ഇക്കിളിപ്പെടുത്തുകയും ഇത്തിരി വേദനിപ്പിക്കുകയും ചെയ്യുന്ന കോഴിക്കൊത്തുകൾക്ക് വേണ്ടി ലൂസി കൊതിച്ചു. ബബ്ബയെ ലൂസി വിളിച്ചു. പുതിയനായ ഒരു കോഴിക്കുഞ്ഞു മാത്രം ഓടി വന്ന് ചെറിയൊരു കൊത്തു ഓടിപ്പോയി. ബാ ലൂസി വീണ്ടും വിളിച്ചു. അവർ കൂട്ടത്തോടെ അകന്നു നിന്നു. തീറ്റപാത്രം മുറ്റത്തിൻ്റെ നടുവിൽ വെച്ച് ലൂസി ഒരന്യയെ പോലെ മാറി നിന്നപ്പോൾ കോഴികൾ ആർത്തിയോടെ തീറ്റപാത്രം വളഞ്ഞു. ബ്രിജീത്തയിലേക്ക്, പശുക്കളിലേക്ക്, ആടുകളിലേക്ക്, മുളക് തൈകളിലേക്ക്, ചീരത്തോട്ടത്തിലേക്ക് ലൂസി തിരിച്ചു വന്നു. തൊഴുത്ത്, ആട്ടിൻകൂട്, കോഴിക്കൂട്, മുറ്റം, പറമ്പ്, വീട് അടിച്ചടിച്ച് വൃത്തിയാക്കി ലൂസി സന്തോഷിച്ചു. പാത്രങ്ങളെല്ലാം വെട്ടിത്തിളങ്ങി. ലൂസി വയ്ക്കുന്ന കൂട്ടാനുകളുടെ രുചി 100 ഇരട്ടി കൂടി. ഒരാഴ്ച കഴിഞ്ഞ് ഒരുച്ചയ്ക്ക് ലൂസി പരുത്തിക്കൊട്ട അരയ്ക്കുമ്പോൾ മുറ്റത്തു നിന്നൊരു വിളി കേട്ടു. ലൂസി 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 ഞെട്ടിപ്പോയി. അതൊരാണിൻ്റെ വിളിയായിരുന്നു. ബ്രിജിത്ത എങ്ങാനും കേട്ടാൽ ഉടനെ തന്നെ ഒരു പെണ്ണിൻ്റെ വിളിയും കേട്ടു. ഇത്തവണ അത് ഉമ്മറത്തു നിന്നാണ്. ലൂസി! ആ ഒച്ച ലൂസി തിരിച്ചറിഞ്ഞു. സുന്ദരി! പരുത്തിക്കൊട്ട അരച്ച കൈ കഴുകാതെ തന്നെ ലൂസി എണീറ്റോടി. അവൾ ഉമ്മറത്തെത്തും മുമ്പ് ബ്രിജീത്ത എത്തിയിരുന്നു. ലൂസി വാതിലിൻ്റെ പിന്നിൽ മറഞ്ഞു. അവൾക്ക് സുന്ദരിയെ കാണാൻ പറ്റിയില്ല. ബ്രിജീത്ത കനത്ത ഒച്ചയിൽ ചോദിച്ചു. ലൂസി ഇല്ലേ? സുന്ദരിയാണ്. ഏത് ലൂസി? ഞങ്ങളുടെ കോളേജിൽ പഠിക്കണ ഇവിടത്തെ ലൂസിയെ. ചന്ദ്രുവാണ് വാതിലിൻ്റെ പിന്നിൽ നിന്ന്. ലൂസി വിറച്ചു. ഇപ്പോൾ ലോകം അവസാനിക്കും. നീ എങ്ങനെയുണ്ടാ ലൂസിനറിയാം? ആദ്യം തന്നെ നീ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നേ. വാതിലിൻ്റെ പഴുതിലൂടെ ലൂസി നോക്കി. ബ്രിജീത്ത മുറ്റത്തേക്ക് വടി ചൂണ്ടുന്നു. താൻ നിന്നേടത്തു നിന്ന് ആവിയായി പോകുമെന്ന് ലൂസിക്ക് തോന്നി. ചന്ദ്രുവും സുന്ദരിയും അനങ്ങുന്നില്ല. എന്തുട്ടാ നിന്റെ ജാതി? ബ്രിജീത്ത ചോദിച്ചു. ലൂസിയുടെ ചങ്കു പൊട്ടുന്നത് പോലെ തോന്നി. നിങ്ങൾ ലൂസിനെ വിളിക്ക്, ജാതിയൊക്കെ പിന്നെ പറയാം. ചന്ദ്രുവിൻ്റെ ഒച്ച പൊങ്ങി. അയ്യടി മനമേ, എന്താ അവൻ്റെ പൂതി? ഇറങ്ങടാ ഉമ്മർത്തുന്ന്. ബ്രിജീത്ത തല്ലിയെന്നാണ് തോന്നുന്നത്. ഒച്ച കേട്ട് ലൂസി കണ്ണടച്ചു. ചന്ദ്രു എന്താ ചെയ്തത്? കണ്ണ് തുറക്കാനുള്ള ധൈര്യം ലൂസിക്ക് ഉണ്ടായിരുന്നില്ല. വേണ്ട ചന്ദ്രു, വേണ്ട വേണ്ട പ്ലീസ്. സുന്ദരി പറയുന്നതാണ് ലൂസി കേട്ടത്. ചാക്ക വെട്ടിയിട്ടതുപോലെ ബ്രിജീത്ത ചൂരൽ കസേരയിലേക്ക് വീഴുന്നതും കേട്ടു. കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കണ തള്ളയല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ കാണാർന്നു. നിങ്ങളെ ബംഗ്ലാവിൽ കയറാനുള്ള പൂതി ഉണ്ടാകുന്ന വിചാരിച്ച് ആ കുട്ടിയെ കൊണ്ട് ഈ കടലാസിൽ ഒപ്പിടിക്കാൻ വന്നതാ. മനസ്സിലായോ? ജാതി ചോദിക്കണ വെടക്ക് തള്ള. ബ്രിജീത്ത കമോന്നൊരക്ഷരം പറയണില്ലല്ലോ. ലൂസി അടുക്കളയിലൂടെ ഓടി വടക്കേ മുറ്റത്തുകൂടെ ഇറങ്ങി വേലിക്കലെത്തി. കോവൽ വള്ളികൾ വകഞ്ഞു മാറ്റി വഴിയിലേക്ക് എത്തി നോക്കി. ചന്ദ്രുവും സുന്ദരിയും നടന്നു പോകുന്നു. ഒച്ച താഴ്ത്തി ലൂസി അവരെ വിളിച്ചു. അവർ അത് കേട്ടില്ല. രണ്ടാളുടെ മുഖവും ദേഷ്യം കൊണ്ട് കത്തുകയാണ്. അവരെന്താണ് ഒപ്പിടിക്കാൻ കൊണ്ടുവന്നതെന്ന് പിന്നീട് ഒരിക്കലും ലൂസി അറിഞ്ഞില്ല. ചാരുകസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ ബ്രിജീത്ത കിടന്നു വിളിച്ചു. ലൂസി തേവിട്ടിയേ? ഒന്നും അറിയാത്ത പോലെ ലൂസി ഓടിച്ചെന്നു. കഴുത്തുളുക്കിയെന്നാണ് ബ്രിജീത്ത പറഞ്ഞത്. ചന്ദ്രു അല്ലേ ആള് പിടിച്ചു ഞെക്കിക്കാണും. ഒരു ഞെക്ക് കിട്ടേണ്ടത് അത്യാവശ്യം. കുഴമ്പ് പുരട്ടി ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ബ്രിജീത്ത പല്ലു കടിക്കുന്നത് ലൂസി കേട്ടു. വേദനയാ, ദേഷ്യ, എന്തുട്ടെങ്കിലും ആയിക്കോട്ടെ. തിളച്ച വെള്ളത്തിൽ തുണി മുക്കി ലൂസി കഴുത്തിൽ പിടിച്ചു കൊടുത്തു. ഒപ്പിച്ചിട്ടുണ്ടീ നീ കോളേജിൽ നിന്ന് പോന്നേ? ഒന്നുമില്ല. പിന്നെ നിന്നെ അന്വേഷിച്ച് 2 മുളയന്മാർ വന്നതാ. അവർ മുളയന്മാരൊന്നുമല്ല. എന്നാ പറയന്മാരായിരിക്കും. തിളച്ച വെള്ളത്തിൽ മുക്കിയ തോർത്ത് പിഴിയും മുമ്പ് തന്നെ ലൂസി കഴുത്തിൽ വെച്ചു കൊടുത്തു. ബ്രിജീത്ത അലറി. എന്താണ്ടി കൊല്ലാനാ? ലൂസി മിണ്ടാൻ പോയില്ല.
താഴ്ന്ന ജാതിക്കാരുടെ കൂടെ ചേർന്ന് ബ്രിജീത്തയെ കൊന്ന് സ്വത്ത് തട്ടിയെടുക്കാനാണ് ഭാവമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ലെന്ന് ബ്രിജീത്ത പറഞ്ഞു. ലൂസി മിണ്ടിയില്ല. ബ്രിജീത്ത കണ്ണടയ്ക്ക് മീതെ കൂടി ലൂസിയെ നോക്കി. അവളുടെ മുഖം ഇരുണ്ടിരിക്കുന്നത് കണ്ടു. അവരെ പറഞ്ഞപ്പോൾ നിനക്ക് പുളിച്ചറി. ആ മുളയഞ്ചക്കൻ മിടുക്കനാ, നിനക്ക് ചേരും. ലൂസിയുടെ കൈ പൊള്ളി.